الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം വിശുദ്ധ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു മാസങ്ങളെക്കാൾ വർദ്ധിപ്പിച്ചിരുന്ന സദഖയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സദഖ എന്ന് പറഞ്ഞാൽ എന്താണ്? സദഖ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിന്റെ ഒരു നിർവചനം പറയേണ്ടതില്ലാത്ത വിധം വ്യക്തമായ കാര്യമാണ്. സദഖ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനാണ് സദഖ എന്ന് പറയുക. അൽ-അതിയ്യത്തുല്ലതി യുബ്തഗാ ബിഹി അസ്സവാബു ഇൻദല്ലാഹ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അൽ-അതിയ്യ അല്ലതി യുബ്തഗാ ബിഹാ അസ്സവാബു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കപ്പെടുന്ന എന്തും അത് സദഖയാണ്. അതിനാണ് സദഖ എന്ന് പറയുക. ഇവിടെ സദഖയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഏതാനും ചില പാഠങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സമ്പത്ത് ചെലവഴിക്കണം എന്ന് പറഞ്ഞിടത്ത് പല സന്ദർഭത്തിലും അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗം, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയും, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങൾ ചെലവഴിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞത് മിമ്മാ റസഖ്നാകും, നാം നൽകിയതിൽ നിന്ന് എന്നാണ്. അള്ളാഹ് ചെലവഴിക്കണം എന്ന് പറഞ്ഞിടത്ത് പല സന്ദർഭത്തിലും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് നാം തന്നതിൽ നിന്ന്, അള്ളാഹു നൽകിയതിൽ നിന്ന് കൊടുക്കണമെന്നാണ്. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്ത് അത് അള്ളാഹുവിൻ്റെതാണ്. അതിൽ നിന്ന് കൊടുക്കാനാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ, സമ്പത്തുള്ള ആളുകൾ, സമ്പത്ത് എന്ന നിഅമത്ത് ലഭിച്ച ആളുകൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് റബ്ബിൻ്റെതാണ്, അള്ളാഹു തന്നതാണ്, അള്ളാഹുവിൻ്റെതാണ്. സമ്പത്ത് കൂടിയവരാകട്ടെ കുറച്ച് ഉള്ളവരാകട്ടെ, എത്രയാണോ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അതെല്ലാം റബ്ബിൻ്റെതാണ്. റബ്ബ് തന്നത് കൊണ്ടാണ് നമുക്കത് കിട്ടിയത്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെതാണ്. ഇവിടെ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറഞ്ഞതാണിത്. നാം നൽകിയതിൽ നിന്ന് കൊടുക്കുക. അപ്പോ ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹു നൽകിയതാണ്, അള്ളാഹുവിൻ്റെതാണ് സമ്പത്ത്, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ്. സമ്പത്ത് എന്ന് നിഅമത്താണ്. ഏതൊരു നിഅമത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അള്ളാഹുവിൽ നിന്നാണ്. അത് കൂടുതൽ കിട്ടിയവരാകട്ടെ കുറച്ച് കിട്ടിയവരാകട്ടെ എത്രയാണെങ്കിലും അത് റബ്ബ് തന്നതാണ്. ഇത് ശരിക്കും നമ്മൾ ഓരോരുത്തരും വിശ്വാസികളായ നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ്, ഇന്ന ലില്ലാഹി ഇബാദൻ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അവർക്ക് ചില അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു അവരെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോ അള്ളാഹു ചിലർക്ക് ചില നിഅമത്തുകൾ, സമ്പത്ത് പോലെയുള്ള നിഅമത്തുകൾ കൊടുത്ത് അള്ളാഹു അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാണ് അവർക്ക് അള്ളാഹു ആ നിഅമത്തുകൾ കൊടുത്തത്? ലിമനാഫിഅൽ ഇബാദ്, അടിമകൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റു അടിമകൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു അവർക്ക് ആ അനുഗ്രഹം കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖിറുഹും ഫീഹാ മാ ബദലൂഹാ, അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം ചെലവഴിക്കുന്നിടത്തോളം കാലം ആ അനുഗ്രഹം അള്ളാഹു അവരിൽ നിലനിർത്തും. അവരിൽ ആ അനുഗ്രഹം അള്ളാഹു നിലനിർത്തും. ഇനിയോ ഫൈദാ മനഊഹാ നസഅഹാ മിൻഹും ഫഹവ്വലഹാ ഇലാ ഗൈരിഹിം, ഇനി അവർ അത് അവകാശപ്പെട്ട ആളുകൾക്ക് കൊടുക്കാതെ തടഞ്ഞു വെച്ചാലോ അല്ലാഹു തആല അത് അവരിൽ നിന്ന് എടുത്തു മാറ്റി മറ്റു ചിലർക്ക് മാറ്റി നൽകും എന്ന് പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നോക്ക്, ഈ പറഞ്ഞിട്ടുള്ള അനുഗ്രഹം അള്ളാഹു ചില ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്നു. നോക്ക്, അള്ളാഹ് കൊടുത്തതാണ്. അള്ളാഹ് നൽകിയതിന്റെ ഉദ്ദേശം എന്താണെന്ന്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയാണ്. അതവർ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അത് അവരിൽ നിന്ന് അള്ളാഹു മറ്റുള്ളവരിലേക്ക് മാറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മൾക്ക് ഇപ്പൊ ഈ കൂട്ടത്തിൽ എല്ലാവരും ഒരേ സാമ്പത്തിക അവസ്ഥയിലുള്ള ആളുകളല്ല, വ്യത്യാസമുണ്ടാകും.
കൂടുതൽ കിട്ടിയവരും കുറച്ച് കിട്ടിയവരും ഒരു മുതവസ്സിതായ നിലയിലുള്ള ആളുകളൊക്കെ ഉണ്ടാകും. ഏതൊക്കെ തന്നെയാണെങ്കിലും നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം റബ്ബ് തന്നതാണ്, റബ്ബിൻ്റെതാണ്. അതിൽ നിന്ന് ചെലവഴിക്കാനാണ് അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് പരീക്ഷണമാണ്, സമ്പത്തില്ലാതിരിക്കുക എന്നുള്ളതും പരീക്ഷണമാണ്. രണ്ടും പരീക്ഷണമാണ് അല്ലെ? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും മക്കളും ദുനിയാവിന്റെ അലങ്കാരമാണെന്ന് പറഞ്ഞു. അതേ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ മറ്റു ചില സന്ദർഭത്തിൽ പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, സമ്പത്തും മക്കളും പരീക്ഷണം കൂടിയാണ്. സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് പരീക്ഷണമാണ്, സമ്പത്തില്ല എന്നുള്ളത് പരീക്ഷണമാകുന്നത് പോലെ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, ഫഖർ എന്ന് പറയും, ദാരിദ്ര്യം. അതാണ് പലപ്പോഴും നമ്മൾ പരീക്ഷണമായി, ഒരു പ്രയാസമായി പറയാറുള്ളത്. അത് പ്രയാസമാണ്, പക്ഷെ അത് പരീക്ഷണമാണ് എന്നുള്ളത് പോലെ തന്നെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ, ആ സമ്പത്ത് അവർക്ക് ലഭിച്ചു എന്നുള്ളത് കൂടി പരീക്ഷണമാണ്. പലപ്പോഴും പല ആളുകളും ദീനിൽ നിന്ന് അകന്നു പോവുക ചില അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, പല മുസീബത്തുകളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ പല പ്രയാസങ്ങളും കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ സാധിച്ചു. പല പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോഴും പല പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും അതിൽ ക്ഷമിക്കാൻ സാധിച്ചു. എന്നാൽ അനുഗ്രഹങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഫലൻ നസ്ബിർ, ക്ഷമിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നുള്ളതും പരീക്ഷണമാണ് എന്ന് പലപ്പോഴും പലരും തിരിച്ചറിയില്ല. പലപ്പോഴും അതാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഷർറ് കൊണ്ടും ഖൈറ് കൊണ്ടും അല്ലാഹു പരീക്ഷിക്കും, ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും അല്ലാഹു പരീക്ഷിക്കും. അത് രണ്ടും പരീക്ഷണമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, നസീഹതി ലിഇഖ്വാനിൽ മർദ, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, വമൻ അസാബഹും മസായിബു ഫി അംവാലിഹിം വഅഹ്ലീഹിം, കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ, മറ്റു പരീക്ഷണമുള്ള ആളുകൾ, അവരോടൊക്കെ എനിക്കുള്ള നസീഹത്ത്, അൻ യസ്ബിറു വയഹ്തസിബു, അവർ ക്ഷമിക്കട്ടെ, അവർ പ്രതിഫലം ആഗ്രഹിക്കട്ടെ. വയഅലമു അന്ന ഹാദിഹിൽ മസായിബ ഇബ്തിലാഉൻ മിനല്ലാഹി സുബ്ഹാനഹു വതആല, ഇത് അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ് ഈ പ്രയാസങ്ങൾ എന്നവർ അറിയട്ടെ. അതേപോലെ തന്നെ അതൊരു പരീക്ഷണമാണ് എന്നവർ അറിയട്ടെ. കമാ ഖാല തആല, വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. وإذا كان الله تعالى يبتلي العبد بالنعم, الله تعالى അടിമകളെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കും, ലിയഖ്തബിറഹു, അവനെ പരീക്ഷിക്കാൻ വേണ്ടി, യശ്കുറു അം യക്ഫുർ, അവനാ നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നുണ്ടോ അഥവാ നന്ദികേടാണോ കാണിക്കുന്നത്, നന്ദിയാണോ കാണിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകി ചില ആളുകളെ പരീക്ഷിക്കും. ഫകദാലിക യബ്തലി അബ്ദഹു ബിമാ യുദാദു ദാലിക, തിരിച്ചും അല്ലാഹു പരീക്ഷിക്കും. എങ്ങനെ? ലിയബ്ലുവഹു അയസ്ബിറു അം യജ്സഉ വയതസഖത്ത്, ചില ബുദ്ധിമുട്ടുകൾ കൊടുത്തിട്ട് പരീക്ഷിക്കുന്നത് എന്തിനാണ്? അവൻ ക്ഷമിക്കുന്നുണ്ടോ അതോ ക്ഷമകേട് കാണിക്കുന്നുണ്ടോ, അള്ളാഹുവിനോട് ദേഷ്യം വെക്കുന്നുണ്ടോ എന്നാണ്. ഈ രൂപത്തിൽ പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ടെസ്റ്റിംഗ്. അനുഗ്രഹങ്ങൾ കൊടുത്ത് അള്ളാഹു പരീക്ഷിക്കുമ്പോൾ എന്താണ് അള്ളാഹു പരിശോധിക്കുന്നത്? അയാൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്നാണ്. ഇത് നമ്മൾ ശരിക്കും തിരിച്ചറിയണം. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ഫിത്നയാണ്, പരീക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഓരോ ഉമ്മത്തിനും പ്രത്യേകമായ ചില ഫിത്നകളുണ്ട്. വഇന്ന ഫിത്നത ഉമ്മത്തി അൽ മാൽ, എൻ്റെ ഉമ്മത്തിന്റെ ഫിത്ന എന്ന് പറയുന്നത് സമ്പത്താണ്. സമ്പത്ത് കൊണ്ട് പലരും തെറ്റിപ്പോയിട്ടുണ്ട്. സമ്പത്തില്ലാത്തത് കൊണ്ട് തെറ്റിപ്പോയിട്ടുണ്ട്, സമ്പത്ത് ലഭിച്ചതുകൊണ്ട് തെറ്റിപ്പോയിട്ടുണ്ട്. അത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് എല്ലാ നിലക്കും പരീക്ഷണമാണ് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ചിലപ്പോ ചില ആളുകൾ പറയും, ഇപ്പോ നേരത്തെ പറഞ്ഞ ഹദീസ്, അല്ലാഹു തആല ചില അടിമകൾക്ക് ചില അനുഗ്രഹങ്ങൾ കൊടുത്ത് പ്രത്യേകമാക്കി അവർ അത് അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹു അത് എടുത്തു കളയും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇവിടെ എത്രയോ തെമ്മാടികളായ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന ഒരു മുസ്ലിം അല്ല, അല്ലെ? മുസ്ലിം അല്ല. എന്തുകൊണ്ട്? അവിടെ വിശ്വാസി മനസ്സിലാക്കേണ്ട കാര്യം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ്, അബൂ ഹാസിം റഹിമഹുല്ലാഹിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. ഇദാ റഅയ്തല്ലാഹ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മളെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ പല അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടും അള്ളാഹുവിനോട് പലപ്പോഴും നന്ദികേട് കാണിക്കുന്നില്ല. പക്ഷെ അള്ളാഹു അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും കോരി തരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പേടിക്കേണ്ട വിഷയം, അബൂ ഹാസിം റഹിമഹുല്ലാഹ് പറയുന്നു, ഇദാ റഅയ്തല്ലാഹ യുതാബിഉ നിഅമഹു അലൈക വഅൻത തഅസി, നീ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടും അള്ളാഹു നിനക്ക് തുടരെ അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹ് പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല, പക്ഷെ നമ്മൾക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ നീ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നിന്നെ പടിപടിയായി പിടികൂടാനുള്ള പണിയാണ്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. അവസാനം ഒരു പിടുത്തം പിടിക്കും. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നൽ ബുസറാ ലാ യഅ്മനൂന മിൻ അർബഅ, ബുദ്ധിയുള്ള, കാഴ്ചപ്പാടുള്ള, ബസീറത്തുള്ള, ഉൾക്കാഴ്ചയുള്ള ആളുകൾ 4 കാര്യത്തിൽ നിന്ന് നിർഭയരാവുകയില്ല. അവർക്ക് എപ്പോഴും ആ വിഷയത്തിൽ പേടി ഉണ്ടാകും. ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് 4 കാര്യത്തിൽ എപ്പോഴും പേടിയുണ്ടാകും. അതിലൊരു കാര്യം എന്താണ്? അല്ലാഹു തആല അനുഗ്രഹം നൽകി, അത് അല്ലാഹു അവനെ പടിപടിയായി, അവന് ഘട്ടം ഘട്ടമായി അവനെ അവസാനം ഒരു പിടുത്തം പിടിക്കാനാണോ എന്ന് പേടിക്കണം എന്നാണ്. ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ ആ ഒരു പേടി ഉണ്ടാകണം. അല്ലാഹു, ഞാൻ പല തിന്മകൾ ചെയ്തിട്ടും നന്ദികേട് പലപ്പോഴും കാണിച്ചിട്ടും എനിക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അവസാനം ഒരു പിടുത്തം പിടിക്കാനാണോ എന്ന പേടി വിശ്വാസികൾക്ക് ഉണ്ടാകുമെന്നാണ്. പേടിക്കണം. അപ്പോ ഈ പറഞ്ഞതുപോലെ കുഫാറുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അത്ഭുതം കൂറേണ്ട കാര്യമില്ല. അവരെ അല്ലാഹു തആല പിടിക്കാനുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഈ ദുനിയാവിൽ നിന്ന് ലഭിക്കുന്ന സുഖം മാത്രമേ ഉള്ളൂ, അവർക്ക് പരലോകം ഇല്ല നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞു വന്നത്, അനുഗ്രഹങ്ങളിൽ നിഅമത്തുൽ മാൽ, സമ്പത്ത് എന്ന് പറയുന്ന അനുഗ്രഹം ഒരു പരീക്ഷണമാണ്. എന്നാൽ നല്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടാവുക എന്നത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമൽ മാലു സാലിഹ് ലിൽ മർഇ സാലിഹ്, നല്ല മനുഷ്യന് നല്ല സമ്പത്ത് എത്ര നല്ലതാണ്. ഹലാലായ സമ്പത്ത് നല്ല മനുഷ്യരുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉമ്മത്തിന് ഉപകാരപ്പെടും, അല്ലേ? നല്ല സൂക്ഷ്മതയുള്ള ഒരാൾക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടായാൽ എന്താ ചെയ്യാൻ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കും. അപ്പോൾ നല്ലവരുടെ കയ്യിൽ, സാലിഹായ ഒരു മനുഷ്യന്റെ കയ്യിൽ സമ്പത്ത് ലഭിക്കുക എന്നുള്ളത് എന്താണ്? നല്ല കാര്യമാണ്. അയാൾ നല്ലതിനെ ഉപയോഗിക്കുള്ളൂ. അപ്പോ അത് ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുക. സമ്പത്തിനോടുള്ള ആർത്തിയെ കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി പറഞ്ഞിട്ട്, സമ്പത്തിനോട് ഇഷ്ടമുണ്ടാവുക എന്നുള്ളത് എന്താണ്? ജിബില്ലിയാണ്. പ്രകൃതി എല്ലാവർക്കും സമ്പത്തിനോട് ഇഷ്ടം ഉണ്ടാകും, അല്ലെ? മനുഷ്യന്മാർക്കൊക്കെ സമ്പത്തിനോട് ഇഷ്ടമുണ്ടാവുക എന്നുള്ളത് പ്രകൃതിയിലുള്ളതാണ്, നമ്മളിൽ ഉള്ളതാണ്. അത് തെറ്റല്ല. സമ്പത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും തെറ്റല്ല. റബ്ബിനോട് സമ്പത്ത് ചോദിക്കുന്നതും തെറ്റല്ല, അല്ലെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അൽ ഗിന എന്ന് പറയുന്നത് ധന്യത, അത് മനസ്സിന്റെ ധന്യതയും അതിൽ പെടും. അതുപോലെ തന്നെ സാമ്പത്തികമായ നമ്മളുടെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത്, അത് ആഗ്രഹിക്കുക എന്നുള്ളത് തെറ്റായ കാര്യമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫി ഇസ്നതൈൻ, 2 കാര്യങ്ങളിൽ അസൂയയില്ല എന്ന് പറഞ്ഞു. അതിലൊന്നെന്താണ്? ഒരാൾക്ക് സമ്പത്ത് ലഭിച്ചു, അയാൾ ആ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. ഇങ്ങനെയുള്ള ഒരാളോട് നമ്മൾക്ക് എന്ത് ചെയ്യാം? അയാളെ പോലെ എനിക്കും സമ്പത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ, റിബ്തത്ത് എന്ന് പറയാം, അല്ലാതെ യഥാർത്ഥത്തിലുള്ള അസൂയല്ല.
യഥാർത്ഥ അസൂയല്ല, ഗിബ്ത എന്നതിൽ പറയാം. അദ്ദേഹത്തെ പോലെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ധാരാളം കൊടുക്കാമായിരുന്നു എന്ന് ചിന്തിക്കുക. അത് എന്തിനാണ്? അത് സമ്പത്ത് ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാം, സമ്പത്തുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാകൂല എന്നൊക്കെ അർത്ഥത്തിൽ സമ്പത്തിനോട് ഇഷ്ടമുണ്ടാവുക എന്നുള്ളത് എന്തെല്ലാം തെറ്റല്ല, ആക്ഷേപിക്കപ്പെട്ട കാര്യവുമല്ല. എന്നാൽ വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും സമ്പത്തിനോടുള്ള ആർത്തി അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. സമ്പത്തിനോടുള്ള അമിതമായ ഇഷ്ടം, സമ്പത്ത് പണം എന്ന് മാത്രം ചിന്തിക്കുന്നതിന് എന്ത് ചെയ്തിട്ടുണ്ട്? ശക്തമായി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും എതിർത്തിട്ടുണ്ട്. അല്ലാഹു തആല മനുഷ്യരെ കുറിച്ച് പറഞ്ഞു, ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ സമ്പത്തിനോടുള്ള അവന്റെ ഇഷ്ടം അതികഠിനമാണ്. അങ്ങേയറ്റം സമ്പത്തിനെ ഇഷ്ടപ്പെടുക, സമ്പത്തിനോടുള്ള ആർത്തി, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഹലാല് ഹറാമുകൾ പരിഗണിക്കാതെ അതിന്റെ പിന്നാലെ പോവുക എന്നുള്ളത് ശക്തമായി ഇസ്ലാം എതിർത്തിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ സമ്പത്തിനോടുള്ള പൊതുവെയുള്ള സാധാരണയുള്ള ഇഷ്ടവും, സമ്പത്തുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാം എന്ന നിയ്യത്തിൽ സമ്പത്ത് ആഗ്രഹിക്കുക എന്നുള്ളത് തെറ്റല്ല. സമ്പത്തിനോടുള്ള ആർത്തി അത് എതിർത്തിട്ടുണ്ട്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വതഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. നിങ്ങൾ സമ്പത്തിനോടുള്ള ഇഷ്ടം അങ്ങേയറ്റം കഠിനമായിരിക്കുന്നു. വതഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ എന്ന് സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ മനുഷ്യന്റെ ചില ആളുകൾ സമ്പത്തിനോടുള്ള പ്രിയം, ഇഷ്ടം, അതിന്റെ ആർത്തി മൂത്ത് എന്തെല്ലാമാണ് അവർ ചെയ്തു കൂട്ടുക. അത് മാത്രം പറയാൻ ഒരുപാട് പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 ഹദീസ് മാത്രം ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യക്ബുറു ഇബ്നു ആദം വയക്ബുറു മഅ ഇസ്നാൻ, യക്ബുറു ഇബ്നു ആദം വയക്ബുറു മഅ ഇസ്നാൻ. മനുഷ്യന് പ്രായമുണ്ടാകുമ്പോൾ അതിന്റെ കൂടെ വളർന്നു വലുതാകുന്ന 2 ചിന്തകളുണ്ട്, 2 താല്പര്യങ്ങളുണ്ട്. അതിലൊന്ന് ഹുബ്ബുൽ മാൽ, സമ്പത്തിനോടുള്ള ഇഷ്ടമാണ്. മനുഷ്യന് പ്രായം കൂടുന്തോറും സമ്പത്തിനോടുള്ള ഇഷ്ടം കൂടുമെന്നാണ് പൊതുവെ എങ്ങനെയാണ്. അതേപോലെ തന്നെ വതൂലുൽ ഉംർ, ഒരുപാട് കാലം ജീവിക്കണം എന്നുള്ള കൊതി ഉണ്ടാകും. അപ്പോൾ സമ്പത്തിനോടുള്ള ഇഷ്ടം പ്രായം കൂടുന്തോറും വർദ്ധിച്ചു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബ്. നമുക്ക് മനുഷ്യന്റെ ആർത്തി ഇത്രയും ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിൽ ആർത്തിയുള്ള മനുഷ്യന്മാരുണ്ട്. മനുഷ്യന് 2 താഴ്വര സ്വർണമുണ്ടെങ്കിൽ, 2 താഴ്വര സ്വത്തുണ്ടെങ്കിൽ, മൂന്നാമത്തെ ഒരു സ്വർണത്തിന്റെ മല ഉണ്ടാകണം എന്നവൻ ആഗ്രഹിക്കുന്നതാണ്. അത് മനുഷ്യന്റെ ആർത്തിയാണ്. ആ രൂപത്തിൽ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്ന, സമ്പത്തിന്റെ പിന്നാലെ പോകുന്ന, ആർത്തിമൂത്ത് സമ്പത്തിന്റെ പിന്നാലെ സർവ്വസമയവും ചിന്തയും അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. ആ ചിന്ത മനസ്സിൽ കയറുക എന്നുള്ളത് അപകടമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ സമ്പത്ത് എന്നുള്ളത് പരീക്ഷണമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. കൂടുതൽ സമ്പത്ത് ഉണ്ടെങ്കിൽ എന്താണ്? അള്ളാഹുവിന്റെ മുമ്പിൽ കൂടുതൽ മറുപടി പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്നതാനി യക്റഹുമാ ഇബ്നു ആദം. മനുഷ്യന് 2 കാര്യങ്ങൾ വെറുപ്പാണ്, 2 കാര്യങ്ങൾ മനുഷ്യന് ഇഷ്ടമല്ല. ഒന്ന് അൽ മൗത്ത്, മരണമാണ്. മരണം മനുഷ്യന് പൊതുവെ ഇഷ്ടമല്ല. വൽ മൗതു ഖൈറുൽ ലിൽ മുഅ്മിനി മിനൽ ഫിത്ന. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഫിത്നയിൽ നിന്നുള്ള, ഫിത്നയേക്കാൾ വിശ്വാസിക്ക് ഖൈർ മരണമാണ്. ഫിത്നയേക്കാൾ വിശ്വാസിക്ക് ഖൈർ മരണമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. നമ്മൾ ചിന്തിച്ചു നോക്ക്. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും മരിച്ചു പോകും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിധി സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഖൈറെ ഉദ്ദേശിച്ചിട്ടുണ്ടാകൂ എന്ന് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കണം. ഏറ്റവും നമ്മൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന മരണമാണെങ്കിലും റബ്ബിനെ കുറിച്ച് നമ്മൾ എപ്പോഴും എന്താ നല്ലത് വിചാരിക്കും. അള്ളാഹു ഖൈറല്ലാതെ എന്ത് ചെയ്യൂല. എങ്ങനെ നമ്മൾക്ക് ചിന്തിക്കും? ചില ആളുകളുടെ മരണം, അയാൾ ഒരു 10 വർഷം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ നിലവിലുള്ള ഈമാൻ അയാൾക്ക് ഉണ്ടാകണമെന്നില്ല.
പല ശുഭഹത്തുകളും ഷഹവാത്തുകളിൽ പെട്ട് അയാൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്താണ് അയാൾ മരിക്കുന്നതെങ്കിലോ അയാൾക്ക് തീർച്ചയായും അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വൽ മൗതു ഖൈറുൽ ലിൽ മുഅ്മിനി മിനൽ ഫിത്ന. വൽ മൗതു ഖൈറുൽ ലിൽ മുഅ്മിനി മിനൽ ഫിത്ന. ഫിത്നയേക്കാൾ വിശ്വാസികൾ ഖൈർ ഏതാണ്? മരണമാണ്. നമ്മളെ മക്കൾ മരിച്ചു പോകും, സ്വാഭാവികമാണ്. മക്കൾ മരിച്ചു പോകുമ്പോൾ സങ്കടം ഉണ്ടാകും. പക്ഷെ നമ്മൾക്ക് സമാധാനിക്കാൻ ഒരുപാട് വഴികളുണ്ട്. എന്തൊക്കെയുണ്ട്? ഈ മകൻ വലുതായി പ്രായപൂർത്തിയായി ചിലപ്പം ഒരു തെമ്മാടിയായി മാറിയാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ നരകത്തിലായിരിക്കും. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരിച്ച അയാൾക്ക് സ്വർഗാണ്. സമാധാനിക്കാം. നിലവിൽ നല്ല അവസ്ഥയിൽ നല്ല ദീനി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് മരിച്ചുപോയി, സ്വാഭാവികമാണ്, നമുക്ക് പ്രയാസം ഉണ്ടാകും. പക്ഷെ നമുക്ക് അയാളെ കുറിച്ച് എന്ത് ചെയ്യാം? അയാളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് മരിക്കുന്നതായിരിക്കും ഖൈർ. ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നെങ്കിൽ, 2 വർഷം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് അത്ര തന്നെ ഈമാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ദീനിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യത. എത്രയോ ആളുകൾ നോക്ക്, അള്ളാഹുവിന്റെ ദീനിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന എത്രയോ ആളുകൾ ഇപ്പോ ദീനി രംഗത്ത് ഇല്ല. ചില ആളുകൾ മുർത്തദ്ദായി പോയിട്ടുണ്ട്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ക്ലാസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്ന ആളുകൾ അവർ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സംഭവിക്കാം. അതുകൊണ്ട് വൽ മൗതു ഖൈറുൽ ലിൽ മുഅ്മിനി മിനൽ ഫിത്ന. ഒരു ഫിത്ന വരുന്നതിന് മുമ്പ് മരിച്ചു പോകുക എന്നുള്ളത് ഖൈർ തന്നെയാണ് വിശ്വാസിക്ക്. ചില അസുഖമൊക്കെ ബാധിച്ച് പെട്ടെന്ന് മരിച്ചു പോകുന്ന ആളുകളുണ്ട്. അയാൾക്ക് അസുഖം, ഡയാലിസ്, മറ്റ് പല ചികിത്സ, അതിന്റെ വേദന, അതിന്റെ സാമ്പത്തിക ചെലവ് ഒക്കെ അയാളുടെ ചുറ്റിപ്പറ്റിയുള്ള കുടുംബക്കാരൊക്കെ ഇങ്ങനെ വഹിച്ച് പ്രയാസപ്പെട്ട് ഇങ്ങനെ പോവുകയും. പക്ഷെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ നേരെ സ്വർഗത്തിലായിരിക്കും, എന്ന് പറഞ്ഞാൽ സ്വർഗീയ അനുഭൂതിയിലായിരിക്കും. അപ്പൊ അയാൾക്ക് ഖൈർ മരിക്കണമെന്നല്ലേ? ഇവിടെ ഡയാലിസും അതേപോലെ തന്നെ ചികിത്സ, പണം, ചെലവ്. മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗീയ അനുഭൂതിയാണ്. അയാൾക്ക് രാവിലെ വൈകുന്നേരം സ്വർഗം കാണിച്ചു കൊടുക്കും. നല്ല സുഖത്തിൽ മണവാളന്മാർ ഉറങ്ങുന്നത് പോലെ ഉറങ്ങുക എന്ന് പറഞ്ഞ് നല്ല സുഖമായിട്ട് ഉറങ്ങായിരിക്കും. അതൊരു സമാധാനമാണ്. ഇവിടെ അയാള് അസുഖത്തിന്റെ വേദന, സാമ്പത്തികം, അങ്ങനെയൊക്കെ ചിന്തിക്കാം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതല്ല. മരിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. സന്ദർഭികമായി പറഞ്ഞതാണ് വയക്റഹു ഖില്ലത്തൽ മാൽ. രണ്ടാമത്തെ മനുഷ്യന് ഇഷ്ടമല്ലാത്ത കാര്യം സമ്പത്ത് കുറയുക എന്നുള്ളതാണ്. പൈസ കുറയുമ്പോൾ മനുഷ്യന് ബുദ്ധിമുട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സമ്പത്ത് അത് കുറഞ്ഞാൽ അത്രയും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരില്ല. കൂടുതൽ സമ്പത്തുള്ള കൂടുതൽ റബ്ബിന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? കണക്ക് പറയണം. അപ്പൊ സമ്പത്ത് കുറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് സമാധാനിക്കാൻ, അള്ളാഹു തന്നെ എങ്ങനെ പരീക്ഷിക്കണത്, മറ്റുള്ളവർക്കൊക്കെ അത് കൊടുത്തു ഇത് കൊടുത്തു, ഞാൻ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, കൃത്യമായി ദീനനുസരിച്ച് ജീവിക്കുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ ചിന്തിക്കണ്ട. കുറച്ച് സമ്പത്തുള്ളെങ്കിൽ കുറച്ച് റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറഞ്ഞാൽ മതി. നമ്മൾ അനുഭവിച്ച അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയണം. കൂടുതൽ കിട്ടിയവർ കൂടുതൽ എന്ത് ചെയ്യണം? പറയേണ്ടി വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്നൽ മുക്തിരീന ഹുമുൽ മുഖില്ലൂന യൗമൽ ഖിയാമ. ഇവിടെ ദുനിയാവിൽ ധാരാളമായി സമ്പത്ത് ലഭിച്ച ആളുകൾ അവർക്ക് പരലോകത്ത് കൂലി കുറവായിരിക്കും. إلا من أعطاه الله خيرا فنفح فيه يمينه وشماله وبين يديه ووراءه وعمل فيه خيرا. ഒരു വിഭാഗം ആളുകൾ സമ്പത്തുണ്ടായിട്ടും നാളെ പരലോകത്ത് രക്ഷപ്പെടുന്ന ആളുകൾ ഒരു വിഭാഗം മാത്രമാണ്. അതാരാണ്? ആ സമ്പത്ത് കൊണ്ട് ഇടതും വലതും മുമ്പിലും പിന്നിലൊക്കെ ധാരാളമായി കൊടുത്തു, ചെലവാക്കി. സമ്പത്തുള്ളവർ പേടിക്കണം. അവരുടെ സമ്പത്ത് ഈ രൂപത്തിൽ അവർ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും കൂലിയും വളരെ കുറവായിരിക്കും. അവർ അതുകൊണ്ട് ചെലവഴിച്ചിട്ടില്ല. ചെലവഴിച്ചാലോ ദുനിയാവിൽ കിട്ടിയത് അവർക്ക് അനുഭവിക്കാനുള്ള സൗകര്യം ഉണ്ടായി. റബ്ബിന്റെ മാർഗത്തിൽ അവർക്ക് ചെലവഴിക്കാൻ പറ്റിയത് കൊണ്ട് എന്താണ്? നാളെ പരലോകത്തും അവർക്ക് എന്താണ്? അതിന്റെ നേട്ടമുണ്ടാകും. സമ്പത്ത് ലഭിച്ച ആളുകൾ അവർക്ക് ദുനിയാവിൽ അത് അനുഭവിക്കാം, ഹലാലായ രൂപത്തിൽ അനുഭവിക്കാം. അവർക്ക് പരലോകത്തു കൂടി അനുഭവിക്കണമെങ്കിൽ അവർ അത് ചെലവഴിക്കണം റബ്ബിന്റെ മാർഗത്തിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക എന്ന് പറയുന്നത്
അതിന്റെ വിധി, അതിന്റെ ഹുക്മ് പരിഗണിച്ചുകൊണ്ട് രണ്ട് രൂപത്തിലാണ്. ഒന്ന് വാജിബ്, നിർബന്ധമായി നമ്മൾ ചെലവഴിക്കേണ്ടത്. മറ്റൊന്ന് മുസ്തഹബ്, നിർബന്ധമല്ലാത്തത്. വാജിബായി നമ്മൾ നിർബന്ധമായി സമ്പത്ത് ചെലവഴിക്കേണ്ടത് എന്തിലാണ്? ഒന്ന് നമ്മുടെ കുടുംബക്കാർക്കാണ്, നമ്മുടെ ഭാര്യ, മക്കൾ, നമ്മൾ ചെലവിന് കൊടുക്കേണ്ട ആളുകൾ, അവർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത് എന്താണ്? വാജിബാണ്, നിർബന്ധമാണ്. നമ്മളത് ചെലവഴിച്ചില്ലെങ്കിൽ കുറ്റക്കാരാണ്. ശരിക്കും മനസ്സിലാക്കണം. ചില ആളുകൾ കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവും, ഭാര്യ മക്കളൊക്കെ ഉണ്ടാവും, പണിക്ക് പോകൂല, അവരെ നോക്കൂല, തിരിഞ്ഞു നോക്കൂല, അവരെ ചെലവിന് നോക്കൂല. ഗുരുതരമായ തെറ്റാണ്. അയാൾ നിർബന്ധമായി ചെലവഴിക്കേണ്ടതാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർബഅതു ദനാനീർ, 4 ദീനാറിനെ പരിചയപ്പെടുത്തി. അതിലേറ്റവും ശ്രേഷ്ഠതയുള്ള ദീനാർ അയാളുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചതാണ്. കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് സ്വതക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വാജിബാണ്, നിർബന്ധമാണ്. നമ്മൾ കുടുംബമുണ്ടോ, നമ്മൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ കുറ്റം കിട്ടും. നമ്മൾ നമ്മുടെ ഭാര്യക്കും മക്കൾക്കും നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അവർക്ക് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ, നമുക്ക് കഴിവുണ്ടായിട്ടും നമ്മൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ, നമ്മളൊരു വാജിബ് തെറ്റിച്ചു, അതിന്റെ കുറ്റം നമ്മൾക്ക് ഉണ്ടാകും. അതാണ് വാജിബായി നമ്മൾ ചെലവഴിക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റൊന്ന് സക്കാത്ത്. നമുക്കറിയാം, സക്കാത്ത് നിർബന്ധമാണ്. അതല്ലാത്തതെല്ലാം സുന്നത്തായ കൊടുക്കലുകളാണ്, അല്ലേ? ഇപ്പോ സദഖ ജാരിയാകട്ടെ, അതേപോലെ തന്നെ ഒരു പള്ളി നിർമ്മാണം, അതുപോലെ തന്നെ സ്ഥാപനങ്ങളെ സഹായിക്കുക, സാധുവിനെ സഹായിക്കുക, അതേപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെയുള്ള ഐച്ഛികമായ കർമ്മങ്ങൾ ധാരാളമുണ്ട്. അതിൽപ്പെട്ടതാണ് എന്ത്? ഹദിയ, അല്ലെ? ഇസ്ലാമിൽ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും കൊടുക്കാനുള്ള അവസരമുണ്ട്, അല്ലെ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂറത്ത് തൗബയിൽ പറഞ്ഞ 8 അവകാശം അവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അവർക്ക് കൊടുത്താൽ മാത്രമേ അത് വീടുകയുള്ളൂ. സക്കാത്തിന് കുറച്ച് അവകാശികളുള്ളൂ. സദഖയാകുമ്പോൾ കുറച്ചുകൂടി വിശാലായി. സദഖയാകുമ്പോൾ എന്താ, കുറച്ചുകൂടി വിശാലായി. 8 അവകാശികൾക്ക് പുറമെ കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും? വിശാലമാണ്. അതായത് സക്കാത്ത് അല്ലാത്ത സദഖ. എന്നാൽ എല്ലാ തരക്കാർക്കും, സമ്പന്നർക്കും അതുപോലെ തന്നെ സമ്പത്തില്ലാത്തവർക്കും ഇടത്തരക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന, കൂലി കിട്ടുന്ന ധർമ്മമുണ്ട്. ഏതാ? അതേതാ? ഹദിയ. ഹദിയ അള്ളാഹു കൂലി കിട്ടുന്ന കാര്യമാണ്. ഹദിയ എത്ര വലിയ കോടീശ്വരനും കൊടുക്കാലോ, അല്ലെ? കോടീശ്വരന് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, സദഖ കൊടുക്കാൻ പറ്റൂല, കൊടുക്കാൻ പറ്റുന്ന ഹദിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹാദൗ, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കുക. തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സദഖ കൊടുക്കാൻ പറ്റണം, ഹദിയ കൊടുക്കാൻ പറ്റണം. അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ മസ്ജിദിൽ ഒരുമിച്ച് വരുന്ന ആളുകൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. എന്നും ഹദിയ സ്വീകരിക്കുന്ന ആളാകരുത്. ഹദിയ കൊടുക്കണം, ഹദിയ തള്ളാൻ പാടില്ല എന്നാണ്. എത്ര ചെറുതാണെങ്കിലും പരസ്പരം ഹദിയ കൊടുക്കണം. ഭാര്യക്ക് കൊടുക്കുക, ഭാര്യ ഭർത്താവിന് കൊടുക്കുക, മക്കൾക്ക് കൊടുക്കുക. അത് അവർ തമ്മിലുള്ള സ്നേഹബന്ധം വർദ്ധിക്കാൻ കാരണമാകും. അപ്പോ സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളതിന്റെ ഹുക്ം പരിഗണിച്ചുകൊണ്ട് രണ്ടെണ്ണമാണ്. ഒന്ന് വാജിബ്, മറ്റൊന്ന് മുസ്തഹബ്. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം, സമ്പത്ത് ചെലവഴിക്കുമ്പോ ആ കൊടുക്കുന്നതിൽ സന്തോഷമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകണം, അല്ലേ? ചിലപ്പോൾ നമ്മൾ സമ്പത്തൊക്കെ കൊടുക്കുന്നുണ്ടാകും, അത് ഒരാളൊരു മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ച് കൊടുക്കും. ആ കൊടുക്കുന്നതിൽ നമ്മൾക്കൊരു സന്തോഷം ഉണ്ടാകണം. എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ട്. നമ്മളൊരു 1000 റുപ്യ കൊടുക്കുമ്പോൾ എന്തോ ഒന്ന് കുറഞ്ഞു പോയതുപോലെ, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കൊടുക്കുമ്പോ സന്തോഷത്തിൽ കൊടുക്കണം. കൊടുക്കുന്നതിലായിരിക്കണം സന്തോഷം ഉണ്ടാകേണ്ടത്. കാരണം നമ്മൾ കൊടുക്കുന്നതാണ് നമ്മൾക്ക് നാളെ പരലോകത്ത് ഉണ്ടാകേണ്ടത്. നമ്മൾ തിന്നതും അതുപോലെ തന്നെ ഇവിടെ ചെലവഴിച്ചതൊക്കെ പോകും. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് നമുക്കവിടെ സേവിങ്സ് ആയിട്ട് ഉണ്ടാകും. പരലോകത്തിൽ വിശ്വസിക്കുന്ന, സദഖയുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പ്രയാസം ഉണ്ടാകില്ല. കാരണം അവന് ഉറപ്പാണ് മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ പോകുന്നതാണിത് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു.
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വകാനൽ അതാഉ വസ്സദഖതു അഹബ്ബ ശൈഇൻ ഇലൈഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു, കൊടുക്കുക എന്നുള്ളത്. വകാന സുറൂറുഹു വഫറഹു ഫീമാ യുഅതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് കൊടുക്കുന്നതിലുള്ള സന്തോഷം, അതിലുള്ള ഒരു ആനന്ദം, ആഹ്ലാദം, ഒരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ട്, അതിനേക്കാൾ സന്തോഷമായിരുന്നു റസൂലിന് കൊടുക്കുമ്പോ. കിട്ടുന്ന ആൾക്ക് എന്തായാലും സന്തോഷം ഉണ്ടാവും അല്ലേ? സന്തോഷം ഉണ്ടാവും, അയാൾക്കൊരു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതിനേക്കാൾ സന്തോഷമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നത് എന്നാണ്. അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈയാണ്. അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയാണ് അലി ഇബ്നു അൽ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാം, കാന അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹ് ഇദാ അതാഹുൽ ഫഖീർ വസ്സാഇൽ ഇസ്തബ്ശർ. ഒരു സാധുവായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നാൽ, അല്ലെങ്കിൽ ഒരു യാചകൻ അയാളുടെ അടുത്ത് വന്നാൽ അദ്ദേഹത്തിന് സന്തോഷമാണ്, അയാൾ സന്തോഷിക്കും. ഒരാവശ്യക്കാരയുടെ മുമ്പിൽ വന്നാൽ അയാൾക്ക് സന്തോഷമാണ്. എന്നിട്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും, മർഹബൻ ബിമൻ യഹ്മിലു സാദി ഇലൽ ആഖിറ. പരലോകത്തേക്കുള്ള എന്റെ ഭക്ഷണം, എന്റെ പാതേയം കൊണ്ടുവന്നവന് സ്വാഗതം. സാധു എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് എടുത്തു കൊടുത്താൽ പരലോകത്താണ് കിട്ടുന്നത്. അപ്പോ എനിക്ക് പരലോകത്ത് നേട്ടമുണ്ടാക്കാൻ സൗകര്യം ചെയ്തവന് സ്വാഗതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വല്ലാത്തൊരു മനസ്സാണ്. മനുഷ്യന് പൊതുവെ കൊടുക്കുക എന്നുള്ളത് ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മനുഷ്യനോട് നിരന്തരം ചോദിക്കുക എന്നുള്ളത് മനുഷ്യന് പൊതുവെ ഇഷ്ടം ഉണ്ടാകില്ല. എന്നാൽ ഈ പറഞ്ഞതുപോലെ സദഖയുടെ പ്രാധാന്യം മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ രൂപത്തിൽ മനസ്സ് പാകപ്പെടുത്തിയ ആളുകൾ, ഔദാര്യമുള്ള മനസ്സ്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന മനസ്സ്, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. മൊത്തത്തിൽ മനുഷ്യന്മാർക്ക് ചോദിക്കുക എന്നുള്ള ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ? ഇതുപോലെ لا تسألن بني آدم حاجة وسل الذي أبوابه لا تحجب. മനുഷ്യരോട് നീ ഒരിക്കലും എന്റെ കാര്യം പറയരുത്, നീ ചോദിക്കേണ്ടത് റബ്ബിനോടാണ് അല്ലേ? റബ്ബിനോട് ചോദിക്കാം, റബ്ബിന്റെ വാതിൽ എപ്പോഴും തുറക്കപ്പെട്ടതാണ്, റബ്ബിനോട് എപ്പോഴും ചോദിക്കാം. വല്ലാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ദബു. അള്ളാഹ്ക്ക് അവനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇഷ്ടമല്ല, വെറുപ്പാണ്. റബ്ബിനോട് ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത്. മനുഷ്യനാണെങ്കിൽ അവനോട് ചോദിക്കുന്നതാണ് വെറുപ്പ്. മനുഷ്യൻ അങ്ങനെയാണ്. ഇപ്പൊ ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല, നിരന്തരം ചോദിക്കുമ്പോൾ അവർക്ക് എന്താണ്, മനുഷ്യൻ പൊതുവെ അങ്ങനെയാണ്. ഓരോരുത്തരുടെയും ഔദാര്യം അനുസരിച്ച് എന്ത് ചെയ്യും, അത് നീണ്ടുപോകുന്ന അർത്ഥം. എന്നാലും പൊതുവെ മനുഷ്യന് വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ അവന്റെ മുമ്പിൽ പറയുന്നത് ഇഷ്ടം ഉണ്ടാകില്ല. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മ ചെയ്യാൻ അവസരം ഉണ്ടായാൽ, ഫുദൈൽ ഇബ്നു അയ്യാദ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, അമാ അലിംതും അന്ന ഹാജത്തൻ നാസി ഇലൈക്കും നിഅമത്തുൻ മിനല്ലാഹി ഇലൈക്കും. ചില ആളുകൾ നിന്റെ അടുത്ത് വന്ന് ആവശ്യം പറയുക എന്നുള്ളത് അള്ളാഹ് നിനക്ക് നൽകിയ നിഅമത്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരാൾ നമ്മളോട് ഒരു ആവശ്യം പറയാണ്, എന്നെ ആവശ്യമില്ല, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് നന്മ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ചിലപ്പോൾ നമുക്ക് നേർക്ക് നേരെ സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരാളൊന്ന് പറയാ, ശുപാർശ ചെയ്യാം, അതിലൂടെ നമുക്ക് പ്രതിഫലമുണ്ട്. ഒരാൾ നമ്മുടെ ഒരു ആവശ്യം ഒന്ന് പറയുക എന്നുള്ളത് അള്ളാഹ് നമുക്ക് നൽകിയ നിഅമത്താണ്, അതിലൂടെ നമുക്ക് ആ നന്മ ചെയ്യാൻ സാധിക്കും. അയാളെ ആ സാധുവിനെ സഹായിച്ചാൽ, അല്ലെങ്കിൽ ആ സാധുവിന് എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുത്താൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് നേട്ടമാണ്. അത് അള്ളാഹുവിന്റെ നിഅമത്താണ്. അത് നമ്മളല്ലെങ്കിൽ വേറെ ആൾ കൊണ്ടുപോകും. നമ്മൾ അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ വേറെ ആളോട് അയാൾ പറയും, ചിലപ്പോൾ അത് അയാൾ ചെയ്തു കൊടുക്കും. അത് അയാൾക്ക് ആ നന്മ ചെയ്യാൻ അവസരം ലഭിച്ചു എന്ന അർത്ഥത്തിൽ അത് വലിയ നിഅമത്താണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നുൽ ജൗസി ഇബ്നുൽ ഖയ്യിം അൽ-ജൗസി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൗ അലിമ അൽ-മുതസദ്ദിഖു അന്ന സദഖതഹു തഖഉ ഫി യദില്ലാഹ്. സദഖ കൊടുക്കുന്നയാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ കൊടുക്കുന്ന സദഖ ആ നൽകപ്പെടുന്ന വ്യക്തിയുടെ കയ്യിൽ قبل يد الفقير أن صدقته تقع في يد الله قبل يد الفقير.
ഫക്കീറിന് നമ്മൾ കൊടുക്കുമ്പോൾ, ഒരു സാധുവിന്, ആവശ്യക്കാരന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അയാളുടെ കയ്യിൽ അത് ചെന്നെത്തുന്നതിന് മുമ്പ് റബ്ബിന്റെ കരങ്ങളിലാണത് ചെന്നെത്തുന്നത് എന്ന് കൊടുക്കുന്നവൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നമ്മളൊരു സാധുവിന് ഒരു 10 റുപ്യ കൊടുത്താൽ അത് അയാളെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് റബ്ബ് അതിനുള്ള കൂലി രേഖപ്പെടുത്തും, റബ്ബിന്റെ കരങ്ങളിലാണ് അത് ചെന്ന് ചാടുന്നത് എന്നൊരുത്തൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, കൊടുക്കുന്നയാൾ അത് ആ ബോധത്തിൽ കൊടുത്തിരുന്നുവെങ്കിൽ, അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ആ കിട്ടുന്നയാൾക്ക് കിട്ടുന്ന സുഖത്തേക്കാൾ ആ കൊടുക്കുന്നയാൾക്ക് സുഖം, കൊടുക്കുന്നയാൾക്കുള്ള സുഖമായിരിക്കും ആ കിട്ടുന്നയാൾക്കുള്ള സുഖത്തേക്കാൾ കൂടുതൽ ഉണ്ടാവുക. കിട്ടുന്ന ആൾക്ക് ഒരു സുഖം ഉണ്ടാവും, ശരിയാണ്, ഒരു സന്തോഷം ഉണ്ടാകും. അതിനേക്കാൾ സന്തോഷം ആർക്കായിരിക്കും? കൊടുക്കുന്ന ആൾക്കാർക്ക്. കാരണം അവൻ റബ്ബിനാണ് കൊടുക്കുന്നത്. ഒരു സാധുവിന് നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ കൂലി തരുന്നതാരാണ്? ആ സാധുവാണ്? അല്ല. ആ സാധു ചിലപ്പോൾ നമ്മളൊരു നന്ദി വാക്ക് പോലും ചിലപ്പോൾ പറയില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല. അയാളൊരു ജസാക്കല്ലാഹ് ഖൈറൻ എന്ന് പോലും പറയുന്നുണ്ടാവില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല. മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാകരുത് കൊടുക്കരുത്. അയാൾ ചിലപ്പോൾ എന്തെങ്കിലും തിരിച്ച് നന്ദി വാക്ക് പറഞ്ഞേക്കാം, ദുആ ചെയ്തേക്കാം. പക്ഷെ നമുക്ക് കൂലി തരുന്നത് ആരാണ്? റബ്ബാണ്. റബ്ബിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഒരു സാധുവിന് നമ്മൾ 100 രൂപ കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആ സാധുവിന് അതിന്റെ ഉപകാരം ഉണ്ടെങ്കിലും നമ്മൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഈ കൊടുക്കുന്നത് ആ സാധുവിന് കിട്ടുന്നതിന് മുമ്പ് റബ്ബ് നമ്മൾക്കതിന് കൂലി നൽകും, റബ്ബ് അത് സ്വീകരിക്കും എന്നുള്ള ചിന്ത കൊടുക്കുന്നവരുണ്ടായിരുന്നുവെങ്കിൽ കൊടുക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷമായിരിക്കും കിട്ടുന്ന ആൾക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ കൂടുതലാവും ഉണ്ടാവുക എന്ന് ഖൈം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സദഖയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട, കൊടുക്കാനൊരു അവസരം ഉണ്ടായി, അല്ലെങ്കിൽ എന്നൊരു ആവശ്യം വന്നു, കൊടുക്കണോ കൊടുക്കണ്ടേ, നമ്മുടെ മനസ്സിങ്ങനെ ഒരു ഹെറാനിയത്തിലാണ്. ആ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുള്ളത് റബ്ബിന് കടം കൊടുക്കുക എന്നാണ്. കേട്ടിട്ടില്ലേ? റബ്ബിന് കടം കൊടുക്കുക എന്ന പ്രയോഗമാണ് അള്ളാഹു നടത്തിയിട്ടുള്ളത്. എന്താ കടം കൊടുക്കുന്നതിന്റെ പ്രത്യേകത? കടം കൊടുത്താൽ തിരിച്ചു കിട്ടും. നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ അത് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. റബ്ബിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആൻ പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുള്ളത് റബ്ബിന് കടം കൊടുക്കുക എന്നാണ്. റബ്ബിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കിട്ടിയിരിക്കും. പറ്റിക്കുന്ന ആളുകൾ ഉണ്ടാവും, കടം കൊടുത്താൽ തിരിച്ചു തരാത്തവര്. അള്ളാഹു തആല അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, അഖീമുസ്സലാ വആതുസ് സകാ വഅഖ്രിദുല്ലാഹ ഖർദൻ ഹസന. നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല കടം കൊടുക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല കടം കൊടുക്കുക. അള്ളാഹുവിന് നിങ്ങൾ നല്ല കടം കൊടുക്കുക. നമുക്ക് അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാതി വഅഖ്റദുല്ലാഹ ഖർദൻ ഹസന. സദഖ കൊടുക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, ധാരാളം സദഖ കൊടുക്കുന്ന സ്ത്രീകൾ, പുരുഷന്മാർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല കടം കൊടുക്കുന്ന ആളുകൾ, യുദാഅഫു ലഹും വലഹും അജ്റുൻ കരീം. അവർക്ക് ഇരട്ടി ഇരട്ടിയായി അള്ളാഹു നൽകും. അവർക്ക് വമ്പിച്ച പ്രതിഫലവുമുണ്ട്, അഥവാ സ്വർഗമുണ്ട്. ഇവിടെ സൂറത്തുൽ ഹദീദിലായതാണ് അള്ളാഹു തആല അള്ളാഹുവിന് കടം കൊടുത്തു എന്ന പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന. അള്ളാഹുവിന് നല്ല കടം കൊടുക്കുന്നവനായി ആരുണ്ട് എന്നാ ചോദിച്ചത്. അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട് എങ്കിൽ ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കതീറ. അള്ളാഹു അവന് തിരിച്ചു കൊടുക്കുമ്പോൾ ഇരട്ടി ഇരട്ടിയായിട്ടാണ് തിരിച്ചു കൊടുക്കുക എന്ന് അള്ളാഹു തആല പറഞ്ഞു. സൂറത്തു തഗാബുനിൽ പറഞ്ഞു, ഇൻ തുഖ്രിദുല്ലാഹ ഖർദൻ ഹസന യുദാഇഫഹു ലക്കും വയഗ്ഫിർ ലക്കും. ആരെങ്കിലും അള്ളാഹുവിന് നല്ല കടം കൊടുത്താൽ, നിങ്ങൾ അള്ളാഹുവിന് നല്ല കടം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു ഇരട്ടിയായി നൽകും. നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. ഇതൊക്കെ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്.
നോക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ചെറിയ സംഖ്യയാണെങ്കിലും വലിയ സംഖ്യയാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് അള്ളാഹ്ക്ക് കടം കൊടുക്കാൻ. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ റബ്ബിന് കൊടുക്കുന്ന കടമാണ് എന്ന് ചിന്തിച്ച് ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി അള്ളാഹ് ചോദിക്കാണ്, ആരുണ്ട് കടം കൊടുക്കാൻ? ഇത് അള്ളാഹു തആല എല്ലാ ദിവസവും ചോദിക്കുന്നുണ്ടെന്നാണ്. എപ്പോ ചോദിക്കുന്നുണ്ട്? രാത്രിയുടെ അവസാന സമയത്ത് അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് വന്ന് സംസാരിക്കുന്ന പല സംസാരങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ യുഖ്രിദു ഗൈറ അദൂമിൻ വലാ ദലൂം. അള്ളാഹ് പറയാണ്, അക്രമം ഒരിക്കലും ചെയ്യാത്ത, ഒരു ആവശ്യവുമില്ലാത്ത, അള്ളാഹ്ക്ക് ഇപ്പൊ കടം കിട്ടിയിട്ട് എന്ത് ആവശ്യമുണ്ടോ? ഇല്ല. യാതൊരു ആവശ്യവുമില്ലാത്ത റബ്ബിന് കടം കൊടുക്കാൻ ആരുണ്ട് എന്നുള്ള ചോദിക്കുന്നതാണ്. ഇത് എല്ലാ രാത്രിയിലും സംഭവിക്കുന്നതാണ്. ആരുണ്ട് കടം കൊടുക്കാൻ? ഇതൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഹദീസുകളാണ്. അന്ന് ചോദിക്കാണ്, ആവശ്യമില്ലാത്തവന്, ഒരു അക്രമവും ചെയ്യാത്തവന് കടം കൊടുക്കാൻ ആരുണ്ട് എന്ന് എല്ലാ രാത്രിയുടെ അവസാന സമയത്തും റബ്ബ് പറയുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മലകൻ ബിബാബിൻ മിൻ അബ്വാബിൽ ജന്ന. ഓക്കേ, സ്വർഗ്ഗത്തിന്റെ വാതിൽക്കൽ ഒരു മലക്കിനെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. സ്വർഗ്ഗത്തിന്റെ വാതിലിൽ അല്ലാഹു ഒരു മലക്കിനെ നിശ്ചയിച്ചിരിക്കുന്നു. ആ മലക്ക് എന്താ പറയാ അറിയോ? മൻ യുഖ്രിദുൽ യൗമ യുജസ് ഗദൻ. ഇന്ന് അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ടോ അവർക്ക് നാളെ പരലോകത്ത് അതിന്റെ പ്രതിഫലം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരു മലക്കിനെ സ്വർഗത്തിന്റെ വാതിലിന്റെ ചാരത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിന് കടം കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഒരു ഭാഗം നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹ് അതിന്റെ ആശയം നാം പറയാം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, സമ്മ ذلك الانفاق قرضا حثا للنفوس وبعثا لها على البذل. അള്ളാഹു തആല അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് കടം കൊടുക്കുക എന്നാണ്. അത് മനസ്സിനൊരു പ്രേരണയും കൊടുക്കാനുള്ള ഒരു പ്രോത്സാഹനവും പ്രേരണയും ഒക്കെയാണ് അതിലുള്ളത്. لأن الباذل متى علم أن عين ماله يعود إليه ولا بد. ചെലവഴിക്കുന്നവന് ഉറപ്പായും അറിയാം ഇത് തിരിച്ചു കിട്ടാൻ പോകുന്നതാണ് എന്നറിഞ്ഞാൽ അവന് കൊടുക്കാനുള്ള മനസ്സുണ്ടാകും. അല്ലേ? കൊടുക്കുമ്പോ തിരിച്ചു കിട്ടും. നമ്മൾ കടം കൊടുക്കുമ്പോ തന്നെ, നമ്മൾ സാധാരണ ആൾക്കാർക്കിടയിൽ കടം കൊടുക്കുമ്പോ തന്നെ നമ്മൾ കടം ചോദിച്ച ആളെ കുറിച്ച് നോക്കും. ഇയാൾ തിരിച്ചു തരാൻ സാധ്യതയുള്ള ആളാണോ, ഇയാൾക്ക് തിരിച്ചു തരാൻ കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യാൻ. നല്ല പൈസക്കാരൻ നമ്മളോട് എന്ത് ചെയ്യണം, ഒരു 10,000 റുപ്യ കൊണ്ടാ നാളെ തരാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ സംശയിക്കാതെ കൊടുക്കുക. അയാൾ നാളെ തരുന്ന ഉറപ്പാണ്, അയാൾക്ക് കൊടുക്കാനുണ്ടെന്ന് അറിയാം. ഇത് കടം ചോദിച്ച ആളുടെ അവസ്ഥക്കനുസരിച്ച് എന്ത് ചെയ്യും അല്ലേ? ഒന്നിനും വകല്ലാത്ത ഒരാൾ ചോദിക്കുമ്പോ കൊടുക്കാൻ കുറച്ച് മടി ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് കടം കൊടുക്കുന്നതിന് കൂലി വേറെ ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ കേട്ടോ. എന്ത് കടം കൊടുക്കുന്നതിന് കൂലി ഉണ്ടല്ലോ. കടം കൊടുത്താൽ സദഖയുടെ പ്രതിഫലമുണ്ട്. കടത്തിന് അവധി നീട്ടിക്കൊടുത്താൽ ഇരട്ടി സദഖ കൊടുത്തതിന്റെ കൂലി ഉണ്ട്. ഒക്കെ ഹദീസിൽ വന്നതാ. അപ്പോ ഈ കടം തിരിച്ചടക്കാൻ പ്രയാസമുള്ള ആൾക്ക് കടം കൊടുക്കുന്നതിന് പ്രത്യേകിച്ചും ശ്രേഷ്ഠത ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, കൊടുക്കുന്ന അയാൾക്ക് തിരിച്ചു കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അയാൾ കൊടുക്കും. അത് കൊടുക്കാൻ അയാൾക്ക് പ്രയാസം ഉണ്ടാവില്ല. വസഹുല അലൈഹി ഇഖ്റാജു. അത് കൊടുക്കാൻ അയാൾക്ക് എളുപ്പമായിരിക്കും. മാത്രല്ല ഫൈൻ അലിമ അന്നൽ മുസ്തഖ്രിദ മലീഉൻ വഫിയ്യുൻ മുഹ്സിനുൻ കാന അബ്ലഗ ഫീ طيب قلبه وسماحة نفسه. ഈ ചോദിക്കുന്നയാൾ, കടം ചോദിക്കുന്നയാൾ തിരിച്ചടക്കുന്നവനാണ്, തിരിച്ചടക്കാൻ കഴിവുള്ളയാളാണ്, നന്മയുള്ളവനാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞാൽ കൊടുക്കാൻ അയാൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകില്ല.
ഇനി ഈ കടം ചോദിക്കുന്നയാൾ നമ്മളോട് വാങ്ങിയ കടം അതിനെ ഇസ്തിസ്മാർ ചെയ്ത് ഉൽപാദനക്ഷമമാക്കി അതിനെ വളർത്തി വലുതാക്കി ഒരു വലിയൊരു പ്രോഫിറ്റ്, അതിന്റെ ഒരു ഗുണം നമ്മൾക്ക് നൽകും എന്നറിഞ്ഞാലോ കുറച്ചും കൂടി കൊടുക്കാൻ താല്പര്യം ഉണ്ടാകും. ഇനി ആ കടം ചോദിച്ച വ്യക്തി നമ്മൾക്ക് തിരിച്ചു തരുമ്പോ ആ കടത്തിന് പുറമെ വേറെയും ഒരുപാട് കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തിൽ നൽകുമെന്നറിഞ്ഞാലോ ഇതൊക്കെ അള്ളാഹു തആല തിരിച്ചു വരുമ്പോ സംഭവിക്കുന്നതാണ്. അള്ളാഹു തആല അള്ളാഹുവിന് 10 രൂപ കൊടുത്താൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അതിന് കൊടുക്കുന്ന കൂലി എത്രയാണ്? തിരിച്ച് ഇരട്ടിയായിട്ടാണ് കൊടുക്കുക. മാത്രമല്ല സ്വതക്ക കൊടുത്താൽ അതിന്റെ പ്രതിഫലം മാത്രമല്ല, സ്വതക്ക കൊടുക്കുന്നത് കൊണ്ട് വേറെ ഒരുപാട് ഫദായിലുകളുണ്ട്. അവന്റെ പാപങ്ങൾ പൊറുക്കും, അല്ലെ? ഇങ്ങനെ കുറെ കാര്യങ്ങൾ വേറെ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് കടം ചോദിച്ചവന്റെ അവസ്ഥ എങ്കിൽ അവന് പിന്നെ കൊടുക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. അതൊക്കെ കിട്ടാൻ പോവുകയാണ്. കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിൽ കടം ചോദിച്ച വ്യക്തി തിരിച്ചടക്കുന്നവനാണ്. അത് മാത്രമല്ല, അയാൾ ഇരട്ടിയായിട്ട് തരും, അല്ലെങ്കിൽ അതിന്റെ കൂടെ വേറെയും കുറെ കാര്യങ്ങൾ തരും എന്നൊക്കെ അറിയുമ്പോ കടം കൊടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അള്ളാഹു തആലക്ക് കടം കൊടുത്താൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ ഒരുത്തന് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഒന്നുകിൽ അവന് മനസ്സിന് ബാധിച്ച ബുഖിൽ, പിശുക്ക് എന്ന് പറയുന്ന മനസ്സിനെ ബാധിക്കുന്ന മാരകമായ അസുഖം ബാധിച്ചത് കൊണ്ടാണ് അയാൾ കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞതിലൊന്നും വിശ്വാസമല്ല, തിരിച്ചു കിട്ടും എന്ന് അള്ളാഹു ആയത്തും ഹദീസിലൊക്കെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൊക്കെ അതിലൊക്കെ ഒരു വിശ്വാസക്കുറവുണ്ടെങ്കിൽ, ഈമാനിന്റെ കുറവുണ്ടെങ്കിൽ എന്തേ ഉള്ളൂ? അവന് കൊടുക്കാൻ മടിക്കുകയുള്ളൂ എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതിന്റെ ഒരു ആശയം. ഇവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക, അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കുക എന്നാണല്ലോ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുത്തു എന്ന് പറയുമ്പോ ഖർദുൽ ഹസൻ, നല്ല കടം എന്ന് പറയണമെങ്കിൽ അതിന് 5 നിബന്ധന ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ആ 5 ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ഖർദുൽ ഹസൻ എന്ന് പറയാൻ പറ്റുള്ളൂ, നല്ല കടം എന്ന് പറയാൻ പറ്റുള്ളൂ. അള്ളാഹു തആല പറഞ്ഞല്ലോ ഖർദൻ ഹസൻ, നല്ല കടം കൊടുക്കുക, നല്ല കടം കൊടുക്കുക എന്നാ പറഞ്ഞത്. ഒരു കൊടുക്കുന്നത് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഇനി പറയാൻ പോണത്. ഇങ്ങനെ കൊടുത്താലേ കൂലി കിട്ടുള്ളൂ. ഈ 5 കാര്യങ്ങൾ അതിലുണ്ടാവും. ഒന്ന് ഇഖ്ലാസ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചു കൊണ്ടല്ലാതെ നമ്മൾ കൊടുക്കരുത്, മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടാകരുത് കൊടുക്കേണ്ടത്. അള്ളാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം കൊടുക്കേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര ചെറുതും വലുതുമായ സംഖ്യ ചെലവഴിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. വേറെ നമ്മളെ പരിഗണിച്ചു എന്നോ അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും, ഞാൻ അയാൾക്ക് പണ്ട് കൊടുത്തിട്ട് ഇപ്പൊ അയാള് മൈൻഡ് ആക്കുന്നില്ല, അയാൾ എത്രയോ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെയല്ല. നമ്മൾ കൊടുത്ത അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ആ കൊടുക്കപ്പെടുന്ന വ്യക്തിയിൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു, നമ്മൾ അള്ളാഹുവിന്റെ വജ്ഹല്ലാതെ ഉദ്ദേശിക്കുന്നില്ല, ഒരു നന്ദി വാക്കോ ഒരു പ്രതിഫലമോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, അങ്ങനെയല്ല. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ഉറപ്പുവരുത്തുക. തിരിച്ചെന്ത് കിട്ടും? നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തു, അയാൾ നമ്മളോട് പിന്നെ എങ്ങനെയായിരിക്കും? അതൊന്നുമല്ല വിഷയം. ആർക്കെങ്കിലും സഹായം കിട്ടിയാൽ ആ സഹായം ലഭിച്ചയാൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കൂല എന്നൊക്കെ ഹദീസുണ്ട്. നമ്മൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് തിരിച്ച് നമ്മൾ നന്ദി കാണിക്കുക എന്നുള്ളത് സഹായം കിട്ടിയ ആളുകളുടെ ബാധ്യതയാണ്. പക്ഷെ സഹായിക്കുന്ന ആളത് പ്രതീക്ഷിക്കാൻ പാടില്ല, അത് ആഗ്രഹിക്കാനും പാടില്ല. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തേത് മിൻമാലിൻ ഹലാൽ, ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കണം. ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്താലേ അള്ളാഹു സ്വീകരിക്കൂ.
കുറെ ഹറാമ് സമ്പാദിച്ച് വാരിക്കോരി കൊടുത്തോണ്ട് കാര്യമില്ല. അല്ലാഹു തആല ഹലാലായത് മാത്രം സ്വീകരിക്കുള്ളൂ. അപ്പോ ഖർദുൻ ഹസൻ എന്നാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കുമ്പോഴേ അതാകുള്ളൂ. കുറെ ഹറാമിലൂടെ സമ്പാദിച്ച് ലക്ഷങ്ങൾ സ്വതക്ക കൊടുത്തിട്ട് കാര്യമില്ല. അത് അല്ലാഹു തആല ഖർദുൻ ഹസനായി പരിഗണിക്കുകയില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം, അത് ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാകണം. ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് കുറച്ചു കൊടുത്താലും മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ട്, സുബ്ഹാനല്ലാഹ്, നമ്മൾ കേട്ടതായിരിക്കും ചിലപ്പോ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ ഈ പറഞ്ഞ ഹദീസ് മാത്രം നമ്മൾ മനസ്സിൽ കുറിച്ചാൽ മതി. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാണ്. കൊടുക്കുന്നതിന്റെ വലുപ്പം ചെറുപ്പം നമുക്ക് അവസാനം പറയേണ്ട വിഷയം, സമയം ഉണ്ടാവില്ല. കൊടുക്കുന്ന സംഖ്യയുടെ വലിപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഹലാലായ സമ്പാദ്യത്തിന് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തസദ്ദഖ ബിഅദ്ലി തംറ, ഒരാൾ ഒരു കാരക്കയോളം വരുന്നത് സദഖ കൊടുത്തു. ഒരു കാരക്കയുടെ അളവ് വരുന്ന ഒരു ചെറിയൊരു സാധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു. മിൻ കസ്ബിൻ തയ്യിബ്, പക്ഷെ ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാണ്. ഒരു കാരക്കയോളം വരുന്ന ഒരു ചെറിയ സാധനം ഹലാലായ സമ്പത്തിൽ നിന്ന് ഒരുത്തൻ കൊടുത്താൽ തയ്യിബായത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. അങ്ങനെ കൊടുത്താൽ അങ്ങനെ ഹലാലായ സമ്പാദ്യത്തിൽ നിന്നൊരു ചെറിയ അളവ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്താൽ അല്ലാഹു വലത് കൈ കൊണ്ട് സ്വീകരിക്കും. വലത് കൈ കൊണ്ട് അള്ളാഹു സ്വീകരിക്കും. എന്നിട്ട് അല്ലാഹു തആല ആ കൊടുത്തയാൾക്ക് വേണ്ടി അയാൾ കൊടുത്ത കാരക്കയോളം വരുന്ന ഒരു ചെറിയ സാധനത്തെ വളർത്തി 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 വലുതാക്കും. കമാ യുറബ്ബി അഹദുക്കും ഫലൂബഹു, ഒരാൾ തന്റെ ഒട്ടകത്തിന്റെ ഒരു കുതിരക്കുട്ടിയെ വളർത്തി വളർത്തി വലുതാക്കുന്നത് പോലെ അങ്ങനെ അള്ളാഹു വളർത്തി വളർത്തി ഈ ചെറിയ ഒരു സാധനം, അല്ലെങ്കിൽ ചെറിയൊരു സംഖ്യ, ഒരു ചെറിയൊരു കാര്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹലാലായി കൊടുത്തതിന് അള്ളാഹു വലുതാക്കി വലുതാക്കി അവന്റെ ഇഖ്ലാസിനും നിയ്യത്തിനും ഒക്കെ അനുസരിച്ച് ഹത്താ തകൂന മിത്ലൽ ജബൽ, പർവ്വത സമാനമാക്കും. ഒരു കാരക്ക കൊടുത്ത ആൾക്ക് നാളെ പരലോകത്തെത്തുമ്പോൾ അത് പർവ്വത സമാനമായ ഒന്നാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ എത്ര വലിയ കാര്യമാണത്. പക്ഷെ എന്താണ്? മിൻ കസ്ബിൻ തയ്യിബ്, അതാണ് നമ്മുടെ വിഷയം. ഹറാമായ സമ്പാദ്യത്തിലാകണം, ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ആകണം. ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ആകണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, അവന്റെ മനസ്സ് കൊടുക്കുന്ന സമയത്ത് തീർത്തും തൃപ്തിയുള്ള മനസ്സായിരിക്കണം. അപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സക്കാത്ത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടത്, ഇസ്ലാമിക ഭരണകൂടാണെങ്കിൽ സക്കാത്ത് നിർബന്ധിച്ചു വാങ്ങും. അപ്പൊ അത് കൊടുക്കുമ്പോൾ ഒരു ടാക്സ് അടക്കുന്നത് പോലെ കുടുങ്ങിയിട്ട് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഖർദുൻ ഹസൻ ആകില്ല, അല്ലേ? നമ്മുടെ നാട്ടിലെ സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് സന്തോഷത്തിൽ കൊടുക്കണം. കൊടുക്കുമ്പോ ഇഖ്ലാസ് ഉണ്ടാകണം, ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാകണം, മനസ്സ് സന്തോഷിച്ചു കൊടുക്കണം, സന്തോഷത്തിൽ കൊടുക്കണം. നാലാമത്തേത് അൻ യകൂന ഫീ മഹല്ലി, കൊടുത്താൽ മാത്രം പോരാ, എവിടെ കൊടുക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു വിഷയമാണോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ട് കൊടുക്കണം. ഹറാമുകൾക്ക് കൊടുത്താൽ അത് ഖർദുൻ ഹസനാകൂല. ബിദ്അത്തുകൾക്ക് കൊടുത്താൽ, കുഫറിനും ശിർക്കിനുള്ള സഹായത്തിന് കൊടുത്താൽ, അത് എത്ര ഇഖ്ലാസോടുകൂടി ഹലാലായ സമ്പാദ്യത്തിന് കൊടുത്താലും ഖർദുൻ ഹസനാകും. കൊടുക്കുന്ന വിഷയം പരിഗണിക്കണം. ഒരാൾ 10,000 റുപ്യ ഗാനമേളക്ക് കൊടുത്തു, അല്ലെങ്കിൽ ബിദ്അത്തിന്റെ പരിപാടിക്ക് കൊടുത്തു, അവിടെ അന്നദാനം നടക്കുന്നത്, പക്ഷെ നമ്മൾ ഒരു ചാക്ക് അരി കൊടുത്തു, ഖർദുൻ ഹസനാകൂല. കൊടുക്കുന്നതിന്റെ മഹല്ലിലായിരിക്കണം, എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനത്തായിരിക്കണം. അപ്പൊ എവിടെയും കൊടുത്താൽ പോരെ. സുബ്ഹാനല്ലാഹ്, അത് വലിയൊരു തൗഫീഖാണ്. എത്രയോ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകളിലെ കോടികൾ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ ഈ ബിദ്അത്തിനും ഈ പറഞ്ഞ ശിർക്കിനും ഒക്കെ ആയിരിക്കും. എത്രയോ കോടീശ്വരന്മാരുണ്ട്, അവർ ചെലവഴിക്കണം എന്തിനായിരിക്കും? തക്ക തോന്നിയാസനായിരിക്കും.
അപ്പൊ സമ്പത്ത് ഉണ്ടായി എന്ന് മാത്രം പോരാ, കൊടുക്കാൻ മനസ്സുണ്ടായാലും പോരാ, അത് നല്ല സ്ഥലത്ത് കൊടുക്കാനുള്ള തൗഫീഖ് ഉണ്ടാകണം. ചില സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്, ആ സ്ഥാപനത്തിൽ എല്ലാ തുണിയസും നടക്കുന്നുണ്ടാവും, പക്ഷെ അയാൾ കൂലി പ്രതീക്ഷിച്ചിട്ടാണ് കൊടുക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അതാണ് അയാൾക്ക് വലിയ സ്ഥാപനം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും അവകാശപ്പെട്ടയിടത്ത് കൊടുക്കുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. സമ്പത്തുണ്ടായാൽ മാത്രം പോരാ, സമ്പത്ത് കൊടുക്കാനുള്ള മനസ്സുണ്ടായാൽ പോരാ, അതതിന്റെ കൃത്യമായ സ്ഥാനത്ത് ചെലവഴിക്കാനുള്ള തൗഫീഖും കൂടി സമ്പത്തുള്ള ആളുകൾക്ക് വേണം. അഞ്ചാമത്തത്, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നൽകപ്പെട്ടയാളെ ഒരിക്കലും അത് കൊടുത്തത് എടുത്തു പറഞ്ഞാൽ ഉപദ്രവിക്കരുത്. മന്നെന്ന് പറയും. മന്നെന്ന് പറഞ്ഞാ കൊടുത്തത് എടുത്തു പറയുക. കൊടുത്തത് എടുത്തു പറഞ്ഞാൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയും, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സദഖയെ ബാത്തിലാക്കി കളയരുത്. എങ്ങനെ? ബിൽ മന്നി വൽ അദാ, കൊടുത്തത് എടുത്തു പറഞ്ഞിട്ടും ആർക്കാണ് നൽകിയ അയാൾ ഉപദ്രവിച്ചിട്ടും ആ നിലക്ക് പ്രയാസമുണ്ടാക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സദഖ ബാത്തിലാകും. ഒരു 10,000 രൂപ അയാളെ സഹായിച്ചു, പിന്നെ അയാളെ കാണുമ്പോഴൊക്കെ അത് എടുത്തു പറയും, അല്ലെങ്കിൽ അയാൾക്കത് കൊടുത്തു മറ്റാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മന്നാൻ, കൊടുത്തതെടുത്തു പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ ഗുരുതരമായ വൻ പാപാണത്. നമ്മൾ കൊടുക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരാളെ സഹായിച്ചു, നമ്മൾ കൊടുത്തത് 1000 ആകട്ടെ 10,000 ആകട്ടെ, അതിന്റെ 10,000 മടങ്ങ് പ്രധാനമാണ് അയാളുടെ അഭിമാനം. നമ്മൾ സഹായിച്ച സംഖ്യയുടെ 10,000 മടങ്ങ് പ്രധാനപ്പെട്ടതാണ്, വിലയുള്ളതാണ് അയാളുടെ അഭിമാനം. അത് അയാൾ ചിലപ്പോൾ കുടുങ്ങിയിട്ട് വാങ്ങിയിട്ടുണ്ടാകും, അയാളത് സ്വീകരിച്ചിട്ടുണ്ടാകും, പിന്നെ അതിന്റെ പേരിൽ ഇയാളുടെ സംസാരം, പ്രയാസം, അത് വളരെ ഗുരുതരമായ തെറ്റാണ്. ഗുരുതരമായ തെറ്റാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട്, മന്നെന്ന് പറഞ്ഞാൽ, ഈ കൊടുത്തത് എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ അതിന് 2 രൂപമുണ്ട്. ഒന്നാമത്തെ രൂപം ഈ പറഞ്ഞതുപോലെ നാവ് കൊണ്ട് എടുത്തു പറയാം, ഞാനത് കൊടുത്തു, ഇയാൾക്കത് കൊടുത്തു, ഞാൻ സഹായിച്ചു, കൊടുത്തെടുത്തു പറയുക. ഇതാണ് ഈ ഹദീസിൽ പറഞ്ഞത്, ഈ ആയത്തിൽ പറഞ്ഞ ഹദീസിലൊക്കെ പറഞ്ഞത്. അങ്ങനെ എടുത്തു പറയാനുള്ള സദഖ എന്ത് ചെയ്യും? അത് ഖർദുൽ ഹസനാകൂല, അത് വൻപാപമാണ് ചെയ്യുക. രണ്ടാമത്തെ ഒരു മന്നുണ്ട്, അതാണ് മന്നുൻ ബിഖൽബി മിൻ ഗൈരി അൻ യുസർരിഹ ബിഹി ബിലിസാനി, നാവ് കൊണ്ട് അയാൾ എടുത്തു പറയില്ല, പക്ഷെ അയാളുടെ മനസ്സിലൊരു എന്തുണ്ട്? ചിന്ത ഉണ്ട്. എന്താ ചിന്ത? ഞാൻ അയാളെ സഹായിച്ചു. നാവ് കൊണ്ട് പറയില്ല, മനസ്സിൽ അയാൾ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ. അത് പലർക്കും ഉണ്ടാകും. ഈ നാവ് കൊണ്ട് എടുത്തു പറയുക എന്നുള്ളത് ഏറ്റവും വൃത്തികെട്ട ആളുകളെ പറയുള്ളൂ. എന്നാൽ ഈ രണ്ടാമത്തത് പലർക്കും ഉണ്ടാകും. ഒരാളെ സഹായിച്ചാൽ അയാളെ സഹായിച്ചു എന്നൊരു തോന്നൽ, അതെന്തോ ഒരു സംഭവമായിട്ട് മനസ്സിൽ ഇങ്ങനെ അയാൾ എന്തുണ്ടാവും? ചിന്ത ഉണ്ടാകും. ഈ ചിന്ത ശരിക്കും സദഖയുടെ പുണ്യത്തെ ബാധിക്കുകയില്ല എങ്കിലും, സദഖ കൊടുത്തതിന്റെ കൂലി അയാൾക്ക് നഷ്ടപ്പെടുകയില്ല എങ്കിലും, അയാൾ ഒരു വലിയ കാര്യം മറന്നിരിക്കുന്നു. എന്താണ് കാര്യം മറന്നിട്ടുള്ളത്? അള്ളാഹു അയാൾക്ക് നൽകിയ അനുഗ്രഹം അതയാൾ മറന്നുപോയിരിക്കുന്നു. എന്താണ്? അയാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തു, പലർക്കും അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ അള്ളാഹ് തന്ന നിഅമത്താണത്, ആ സമ്പത്ത് കൊടുത്തു എന്നുള്ളത് അതയാൾ മറന്നുപോയിരിക്കുന്നു. രണ്ടാമത്തേത്, സമ്പത്ത് കൊടുത്ത് എത്രയോ ആളുകൾ കൊടുക്കാൻ പറ്റുന്നില്ല, കൊടുക്കാനുള്ള മനസ്സുള്ള കൊടുത്തു. പലർക്കും സമ്പത്തുണ്ടായിട്ടും കൊടുക്കാനുള്ള മനസ്സ് അള്ളാഹു കൊടുത്തിട്ടില്ല. അപ്പൊ സമ്പത്തും കിട്ടി, അത് കൊടുക്കാനുള്ള മനസ്സും അള്ളാഹു തന്നു എന്ന കാര്യം അവൻ എന്ത് ചെയ്യുന്നില്ല? ഓർക്കുന്നില്ല. ശരിക്കും അവൻ റബ്ബിനോടാണ് എന്ത് ചെയ്യേണ്ടത്? റബ്ബ് എനിക്ക് തന്നതുകൊണ്ടാണ്, റബ്ബ് എനിക്ക് കൊടുക്കാനുള്ള മനസ്സ് നൽകിയത് കൊണ്ടാണ് അയാളെ ഞാൻ സഹായിച്ചത് എന്ന നിലയ്ക്ക് റബ്ബിനോട് അയാൾ നന്ദി കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ കൊടുത്തയാളോട് ഞാൻ എന്തോ ചെയ്തു എന്ന രൂപത്തിൽ മനസ്സിൽ ചിന്തിക്കുക എന്നത് ശരിയല്ല. മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തത് റബ്ബ് തന്നെയാണ്.
കൊടുക്കാനുള്ള മനസ്സ് തന്നതും റബ്ബാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ചിന്തിച്ചാലേ എത്ര വലിയ മനസ്സായിരിക്കും അത്. ഇത് കൊടുക്കുന്ന ആളുകൾ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. അടുത്തൊരു കാര്യം, നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള സമ്പത്തിൽ നിന്നായിരിക്കണം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് അൽ ബിർ എന്ന് പറഞ്ഞാൽ സ്വർഗം, അല്ലെങ്കിൽ അത്വരീഖുൽ മൂസിലു ഇലൽ ജന്ന, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തുന്ന വഴി, അത് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് കൊടുക്കേണ്ടത്. ഈ ആയത്തിനെ സഹാബത്ത് നടപ്പിലാക്കിയ മനോഹരമായ ഉദാഹരണം നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്താണ്? ആരുടെ ചരിത്രം? അബൂ തൽഹ റളിയല്ലാഹു അൻഹു അൻസാരികളുടെ കൂട്ടത്തിൽ വലിയ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിനോട് മദീനയിൽ ഏറ്റവും ഈത്തപ്പന തോട്ടം കൊണ്ട് സമ്പന്നത ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ഒരുപാട് പറമ്പുള്ള മനുഷ്യനാണ് സഹാബി റളിയല്ലാഹു അൻഹു. ഈ ആയത്തിറങ്ങിയ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെല്ലുന്നുണ്ട്. ഇതൊന്നും കെട്ടുകഥയോ ഉണ്ടാക്കി പറയുന്ന കഥയൊന്നും അല്ല, സംഭവിച്ചതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ യഖൂൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗം കിട്ടൂല, അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി നേടിയെടുക്കാൻ സാധിക്കൂല എന്ന് പറഞ്ഞല്ലോ. വഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറൂഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബിയുടെ നേരെ മുമ്പിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കാറുള്ള തോട്ടം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പറമ്പ് ഇതാണ്, തോട്ടം ഇതാണ്. وإنها صدقة لله أرجو برها وذخرها عند الله. അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖയാണ് റസൂലേ. ഇതിന്റെ ഒരു പുണ്യം, ഇതൊരു സേവിങ്സ് ആയി അല്ലാഹുവിന്റെ അടുത്ത് എനിക്ക് ഉണ്ടാകണം ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഫദഅഹാ യാ റസൂലല്ലാഹ് ഹൈസു അറാകല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇത് ചെലവഴിക്കാം എന്ന് പറഞ്ഞ് ആ തോട്ടം മൊത്തം കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഖീൻ സബാഷ് എന്നൊക്കെ പറയില്ല, നമ്മൾ ഉഷാറായിട്ടുണ്ട്. മാലുൻ ദാലിക മാലുൻ റാബിഹ്, ദാലിക മാലുൻ റാബിഹ്. ഇത് വളരെ ലാഭമേറിയ സമ്പത്താണ്, ലാഭം നേടിയ സമ്പത്താണ്. ഒരു ലാഭ കച്ചവടമാണ് നടത്തിയിട്ടുള്ളതെന്നാ പറഞ്ഞത്. നഷ്ടായി എന്നല്ല, ലാഭം നേടിയ കച്ചവടമാണിത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഭാഗം, ചിലപ്പോൾ ഈ ഒരു ഭാഗം വരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിന്റെ ബാക്കി ഭാഗത്തുള്ളത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടു, എനിക്ക് പറയാനുള്ളത് ഇന്നി അറ അൻ തജഅലഹാ ഫിൽ അഖറബി. ഈ സ്വത്ത് നീ നിന്റെ കുടുംബക്കാരുടെ കൂട്ടത്തിൽ സാധുക്കൾക്ക് കൊടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആ സ്വത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക്, സാധുക്കളായിട്ടുള്ള ആവശ്യക്കാരായ ആളുകൾക്ക് വീതിച്ചു കൊടുത്തു എന്നാണ്. ഇതിൽ വേറൊരു പാഠമുണ്ട്. നമ്മൾ നമ്മുടെ സമ്പത്ത് കൊടുക്കുമ്പോൾ, ചെലവഴിക്കുമ്പോൾ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടത് നമ്മുടെ കുടുംബക്കാരെയാണ്, ബന്ധുക്കളെയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും നമ്മുടെ രക്തബന്ധുക്കളെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് എന്ന പാഠമുണ്ട്. അപ്പൊ ഇതിലുള്ള പ്രധാനപ്പെട്ട വിഷയം, നമ്മൾക്ക് ഇഷ്ടമുള്ള സ്വത്തിൽ നിന്ന് കൊടുക്കണം. ഇഷ്ടമില്ലാത്ത, ആർക്കും വേണ്ടാത്ത സാധനം കൊടുക്കാൻ, ഇഷ്ടമുള്ളത് കൊടുക്കണം. സലഫുകൾ അങ്ങനെയായിരുന്നു. റബീ ഇബ്നു ഖുസൈം റഹിമഹുല്ലാഹ് അദ്ദേഹം സലഫുകളെ കുറിച്ച് പറയുന്നത് കാണാം, അവർ അവർക്ക് എന്തെങ്കിലും ഇഷ്ടമായാൽ അത് അള്ളാഹ്ക്കാക്കും. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട പിന്നെ അത് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ചിന്ത. റബീ ഇബ്നു ഖുസൈം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഏതെങ്കിലും സാധുക്കൾ വന്നാൽ വീട്ടുകാരോട് പറയും, ഇവർക്ക് മധുരം കൊടുക്കണം, കാരണം എനിക്ക് മധുരം ഇഷ്ടമാണ്. അദ്ദേഹത്തിന് മധുരം ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കുക.
ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും? നമുക്ക് സലഫുകളെ പോലെ ആകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഇഅ്മൽ ബിഹാദിഹിൽ ആയ വലൗ മർറ. ഈ ആയത്ത് ഒരിക്കലെങ്കിലും നീ നടപ്പിലാക്കണം, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നടപ്പിലാക്കണം, ഒരിക്കലെങ്കിലും. ഇത് അഅജബക ശൈഉൻ മിൻ മാലിക്, നിനക്ക് ഇഷ്ടം നിന്റെ സമ്പത്തിൽ നിന്ന് വല്ലതും നിനക്ക് ഇഷ്ടമായാൽ ഫതസദ്ദഖ് ബിഹി, അത് നീ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കുക. ലഅല്ലക തനാലു ഹാദൽ ബിർ, ഈ ബിർ നിനക്ക് ലഭിക്കുന്നതിന് വേണ്ടി. അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കാൻ പറ്റണം. ഇഷ്ടപ്പെട്ടതെല്ലാം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും, എപ്പോഴും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും, ഏതെങ്കിലും ഒരു സന്ദർഭം, ഒരിക്കലെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കാൻ തന്നെ സാധിക്കുക ഈമാനുള്ള ആളുകൾക്കാണ്. അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണമെങ്കിലോ അതിനേക്കാൾ ഈമാൻ വേണം. കാരണം ഏറ്റവും അവന്റെ ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ താഴെ പോവുകയാണ്, അള്ളാഹുവിന്റെ ഇഷ്ടത്തെ മുകളിലാക്കാൻ, റബ്ബിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി സ്വന്തം ഇഷ്ടം മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അത്ര ഈമാനുള്ള ആളുകൾക്ക് ഇത് സാധിക്കുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സമയം എത്ര മണി വരെയാണ്? കഴിഞ്ഞോ? ഇതിലൊരു കാര്യം കൂടി സാന്ദർഭികമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് കാര്യം സദഖത്തുൽ മുഖില്ലാണ്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഇന്നത്തെ ഈ ദർസ് ഇതാക്കിയത്. സമ്പത്ത് കുറവുള്ള ആളുകളുടെ സദഖ. പലപ്പോഴും പല ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പൈസക്കാർക്കുള്ള പരിപാടിയാണ് സദഖ എന്നുള്ളത്. അത് ശരിയല്ല. പൈസ സമ്പത്തുള്ളവർ കൂടുതൽ കൊടുക്കണം. സദഖയ്ക്ക് എന്തെല്ലാം ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഇബാദത്താണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. സമ്പത്ത് കുറച്ചാണെങ്കിലും ഉള്ളത് കൊടുക്കുക, അത് 1 രൂപയാണെങ്കിൽ പോലും ആ 1 രൂപയായിരിക്കും ചിലപ്പോൾ 10,000ങ്ങളുടെ മുകളിൽ പോവുക. നമ്മൾ കേട്ട പരിചയമുള്ള സദഖയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ദർസ് കേട്ട ആൾക്ക് പരിചയമുള്ള ഹദീസായിരിക്കും, സബഖ ദിർഹമുൻ അലാ മിഅതി അൽഫി ദിർഹം. 1 ദിർഹം 1,00,000 ദിർഹമിനെ മറികടന്നു. കേട്ടിട്ടില്ലേ? 1 ദിർഹം 1,00,000 ദിർഹമിനെ മറികടന്നിരിക്കുന്നു. സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് 1 ദിർഹം 1,00,000 ദിർഹമിനെ മറികടക്കുക? 1,00,000 ഒന്നും എത്ര വ്യത്യാസം നമ്മൾ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ അടുത്ത് 2 ദിർഹം ഉണ്ടായിരുന്നുള്ളൂ. ആ 2 ദിർഹമിൽ നിന്ന് 1 ദിർഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. മറ്റൊരാൾ അയാളുടെ സമ്പത്തിന്റെ കുബാരത്തിൽ നിന്ന് 1,00,000 ദിർഹം ചെലവഴിച്ചു. ഈ 1 ദിർഹം 2 ദിർഹം മാത്രം ആസ്തിയുള്ള ഒരാൾ 1 ദിർഹം എടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ സമ്പത്തിന്റെ പകുതിയാണ്. ആ 1,00,000-നെ ആ 1 ദിർഹം മറികടന്നു. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സാമ്പത്തിക അവസ്ഥ നമുക്കറിയുള്ളൂ. ചിലപ്പോൾ നമ്മൾ മുമ്പ് പണക്കാരായിരിക്കും, നമുക്ക് നല്ല വീടുണ്ടാകും, നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരക്കേടുണ്ടാകൂല. പക്ഷെ നമ്മൾ ഉള്ളു കുടുങ്ങിയിട്ടുണ്ടാകും. നമ്മൾ ഒരാളോടത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാകില്ല. പക്ഷെ നമുക്ക് സദഖയുടെ കൂലി കിട്ടണം. അപ്പൊ നമുക്ക് 10 രൂപ ചെലവഴിക്കാൻ പറ്റുള്ളെങ്കിൽ ആ 10 രൂപ കൊടുക്കാൻ നമ്മൾ മടിക്കണ്ട. കാരണം നമ്മൾ കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അള്ളാഹിനെ ബോധ്യപ്പെടുത്താനാണ് കൊടുക്കണം. അല്ലാതെ അത് സ്വീകരിക്കുന്നയാൾ അല്ലെങ്കിൽ മസ്ജിദിനാ കൊടുക്കണമെങ്കിൽ മസ്ജിദ് സ്വീകരിക്കുന്ന ഒരാളുണ്ടാവും. അയാളിങ്ങനെ നോക്കിയിട്ട് 10 രൂപ അയാൾ തന്നത്, അല്ലെങ്കിൽ 10 രൂപ ഒരു കാര്യത്തിന് നമ്മൾ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്, 10 അയാൾ കൊടുക്കുന്നത് 1000 10,000 ആളുകൾ കൊടുക്കുമ്പോൾ ഒരു 2 റുപ്യന്റെ ഒരു മെസ്സേജ്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് 2 കൊടുത്തത്, അല്ലാതെ അയാളുടെ മറ്റുള്ള ബോധ്യപ്പെടുത്താനല്ല. നമ്മുടെ 2 പലരുടെ 2000-ന്റെ മുകളിലായിരിക്കും. അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്താൽ അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതിന്റെ ചെറുപ്പം വലുപ്പം ചിന്തിക്കേണ്ട കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യു സദഖതി അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ സദഖ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുഹ്ദുൽ മുഖിൽ, ഇല്ലാത്തവൻ അവന്റെ പരിശ്രമമാണ്. ഇല്ലാത്തവൻ അവന്റെ സമ്പത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന സദഖയാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സദഖ. അപ്പൊ നമ്മൾ എത്ര സമ്പത്ത് കുറഞ്ഞ ആളാണെങ്കിലും 1 റുപ്യ 2 റുപ്യ 10 രൂപ അത് കൊടുക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. ഉള്ളത് കൊടുക്കുക.
അതിന് വലിയ ശ്രേഷ്ഠത. ആയിഷ റളിയല്ലാഹു അൻഹ, ഈ വിഷയം നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഉദാഹരണങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ, അത് അവരുടെ അടുത്ത് കുറച്ച് സ്ത്രീകളുണ്ട്. ആ സമയത്ത് ഒരു ആവശ്യമായിട്ട് വന്നു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു മുന്തിരി അത്ര ഉണ്ടാവുള്ളൂ അല്ലെ, അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇത് കണ്ടപ്പോ തൊട്ടടുത്തുള്ള സ്ത്രീകൾക്ക് അത്ഭുതമായി. അതെന്താ ഒരു മുന്തിരി കൊടുക്കുന്നത്? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇന്ന ഫീഹാ ദർറൻ കസീറ, തീർച്ചയായും ഈ മുന്തിരിയിൽ ഒരുപാട് ദർറത്തുണ്ട്. ദർറത്തിന് ചെറിയ കണികയാണ് അല്ലെ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ചെറിയൊരു അളവ് അല്ലെ, ഒരു ഉറുമ്പിനൊക്കെയാണ് ദർറത്ത് എന്ന് പറയാൻ. അപ്പൊ ഒരു മുന്തിരിയിൽ ഒരുപാട് ഉറുമ്പുകൾക്ക് ആ മുന്തിരിയുടെ വലിപ്പം ഉറുമ്പിന്റെ വലിപ്പം നോക്കുമ്പോൾ ഒരുപാട് എന്തുണ്ട്, ഉറുമ്പുകളെ ചേർത്ത് വെച്ചാൽ ആ മുന്തിരിന്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ മുന്തിരിയിൽ എന്തുണ്ട്, അല്ലെങ്കിൽ ആ ചെറിയൊരു ധാന്യത്തിൽ എന്തുണ്ട്, ഒരുപാട് ദർറത്തുണ്ട്. അത് മതി, അതാ കൊടുക്കാൻ പറ്റിയത് മതി. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആരെങ്കിലും നമ്മളൊരു പരിപാടി, ഒരു കാര്യം പറഞ്ഞു, നമ്മൾ മസ്ജിദിന് ഒരു ആവശ്യമുണ്ട്, സഹായിക്കണം. ആ സമയത്ത് ഒരാള് സാധു ആത്മാർത്ഥയിൽ ഒരു 10 രൂപ കൊണ്ടുവന്നാൽ നമ്മളിനെ പുച്ഛിക്കരുത്. അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. മുനാഫിക്കിന്റെ സ്വഭാവം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ കൊടുക്കാൻ കൽപ്പിച്ചപ്പോ കുറച്ച് ആൾക്കാർ കുറെ സമ്പന്നരായ സഹാബത്ത് എന്ത് ചെയ്തു, വലിയ വലിയ സാധനങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ മുനാഫിക്കുകൾ പറഞ്ഞു, മുറാഇ, ആളെ കാണിക്കാൻ വേണ്ടി കൊടുക്കാന്ന് പറഞ്ഞു. മുനാഫിക്കിന് സദഖ കൊടുക്കാൻ കഴിയൂല, ഈമാനിലൊക്കെ അത് പറ്റുള്ളൂ. അപ്പൊ കുറെ കൊടുക്കുന്ന ആളെ കണ്ടപ്പോ അവര് പറഞ്ഞു എന്ത്, ആളെ കാണിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞു. സഹാബത്തിന്റെ കൂട്ടത്തിൽ സാധുക്കൾ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവര് പറഞ്ഞു എന്ത്, വല്ലാഹു ഗനിയുൻ അൻ ഹാദാ, അള്ളാഹ്ക്ക് ഇത് കിട്ടിയിട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഇതാണ് മുനാഫിക്കിന്റെ സ്വഭാവം. നമ്മളൊരിക്കലും അങ്ങനെ ആകരുത്. ഒരു സംരംഭം പറയുമ്പോൾ ചിലപ്പോൾ 1 രൂപയ്ക്ക് അയക്കുന്ന ആൾക്കാരുണ്ടാവും, 10 രൂപ അയക്കുന്ന ആളുകളുണ്ടാവും. അത് സ്വീകരിക്കാൻ നോക്കുക. നമ്മളെ 10 ആയിരിക്കും, ആ സാധുവിന്റെ 10 ആയിരിക്കും, വേറെ ഏതെങ്കിലും പൈസക്കാരയച്ച 10,000 വലുത്. അപ്പോ നമ്മളും ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കുറച്ചാണെങ്കിലും കൊടുക്കുക എന്നുള്ളത്, കുറച്ചാണെങ്കിലും കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. എന്നതിന്റെ അർത്ഥം, ഒരു കാരക്കയുടെ കഷ്ണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, നീ നരകത്തെ സൂക്ഷിക്കുക. കാരക്കയുടെ കഷ്ണം എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണ്. നമ്മൾ പലപ്പോഴും സ്വതം കൊടുത്തിട്ടുണ്ടാവും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാരക്കന്റെ കഷ്ണം സ്വതം കൊടുത്തിട്ടുണ്ടാവും? ഇല്ല, അതിനേക്കാൾ മേലെ എനിക്ക് കൊടുത്തിട്ടുണ്ടാക്കുക. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, സദഖ എന്നുള്ളത് അസ്സദഖതു വലൗ ഖല്ലത് തുൻജി മിനൻ നാർ. സദഖ എത്ര ചെറുതാണെങ്കിലും അത് നരകത്തിൽ നിന്ന് രക്ഷയേകുന്ന കാര്യമാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ, ഇത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ. ശിഖ് തംറ എന്ന് പറഞ്ഞാൽ ഒരു കാരക്കയുടെ കഷ്ണം. ഏറ്റവും ചെറുതാണെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്താൽ അത് നരകത്തിൽ നിന്ന് രക്ഷയുള്ളതാണ്. ഇതിനേക്കാൾ ചെറുത് വേറെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എത്ര കുറച്ചാണെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്താൽ അത് നരകത്തിൽ നിന്ന് രക്ഷയേകുന്ന കാര്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടും എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു. അപ്പോ സദഖ കൊടുക്കുന്ന കാര്യത്തിൽ സമ്പത്തില്ല, എനിക്ക് പൈസ ഇല്ല, ഞാൻ സാധുവാണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത്, ഇതിൽ നിന്ന് മാറി നിൽക്കരുത്. നമ്മൾക്ക് പറ്റുന്നത് പോലെ കൊടുക്കാം. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തസദ്ദഖു, നിങ്ങൾ സദഖ കൊടുക്കുക. വലാ യഖുൽ അഹദുക്കും ഇന്നി മുഖിൽ, ഒരാൾ പറയരുത് ഞാൻ സമ്പത്ത് കുറഞ്ഞവനാണെന്ന് ഒരാൾ പറയരുത്. ഫഇന്ന സദഖത്തൽ മുഖില്ലി അഫ്ളലു മിൻ സദഖത്തിൽ ഗനി, സമ്പന്നന്റെ സദഖയേക്കാൾ ശ്രേഷ്ഠതയുള്ള സദഖ ഏതാണ്? സാധുവിന്റെ സദഖയാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് പൈസ ഇല്ല, സമ്പത്തില്ല, ഉള്ളത് കൊടുക്കുക, ഇഖ്ലാസോടുകൂടി, ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് നല്ല മനസ്സോടുകൂടി കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക. അത് കൊടുത്താൽ പിന്നെ എടുത്തു പറയരുത്. ഈ 5 കാര്യങ്ങൾ മനസ്സിലുണ്ടാകണം. അപ്പൊ ശരിയായ സദഖയാകുള്ളൂ.
ശരിയായ സദഖയാകും. നമുക്ക് മഹാന്മാരായ സലഫുകളെ കുറിച്ച് അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം. വലഖദ് റഅയ്തു അഖ്വാമൻ, ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാനത് അദ്ദുനിയ അഹ്വന അല അഹദിഹിം മിന തുറാബ് തഹ്ത ഖദമൈ, അവർക്ക് നിങ്ങളുടെ കാലിന് ചുവട്ടിലുള്ള മണ്ണിനേക്കാൾ നിസാരമായിരുന്നു ഈ ദുനിയാവ്. വലഖദ് റഅയ്തു അഖ്വാമൻ യുംസി അഹദുഹും ലാ യജിദു അശാഅൻ ഇല്ലാ ഖൂത, അവർക്ക് ചില ആളുകൾക്ക് വൈകുന്നേരം ഭക്ഷണത്തിന് വളരെ നിസ്സാരമായ വല്ലതും മാത്രമേ ഉണ്ടാകുള്ളൂ. രാത്രി ഭക്ഷണത്തിന് ഒരു കാരക്ക, ഇങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും മാത്രമേ രാത്രി ഭക്ഷണത്തിന് ഉണ്ടാകുള്ളൂ. ആ സമയത്ത് അവർ പറയും, ഇപ്പം ആകെയുള്ളതൊരു ഈത്തപ്പഴാണ്. പക്ഷെ അവരെന്താ പറയാറിയോ, വല്ലാഹി ലാ അജ്അലു ഹാദാ കുല്ലഹു ഫീ ബത്നി, ഇത് മുഴുവൻ ഞാൻ എൻ്റെ വയറ്റിലേക്ക് ആക്കുകയില്ല. ലഅജ്അലന്ന ബഅദഹു ലില്ലാഹി അസ്സ വജല്ല ഫയതസദ്ദഖു ബിബഅദി, അതിന്റെ പകുതി വേറെ ആർക്കെങ്കിലും കൊടുക്കും, കുറച്ച് അള്ളാഹ്ക്ക് വേണ്ടി മാറ്റി വെക്കും എന്ന് പറഞ്ഞിട്ട് അതിന്റെ പകുതി, ആകെ ഒരു ഈത്തപ്പഴേ ഉള്ളൂ, അതിന്റെ പകുതി വേറുള്ളവർക്ക് അള്ളാഹുവിൽ മാറ്റി വെക്കും, മറ്റുള്ളവർക്ക് കൊടുക്കും. وإن كان هو أحوج ممن يتصدق به عليه, ഇയാൾ കൊടുക്കുന്ന ആളുണ്ടല്ലോ അയാളെക്കാൾ ആവശ്യം ഈ കൊടുക്കുന്ന ആൾക്കാർക്ക്, ആ കിട്ടുന്ന ആളെക്കാൾ ആവശ്യം ഈ കൊടുക്കുന്ന ആൾക്കാർക്ക്, എന്നാലും അവർ കൊടുക്കുമായിരുന്നു എന്ന്, ഉള്ളത് കൊണ്ട് കൊടുക്കുക എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു വിഷയം, കുറെ വിഷയങ്ങൾ സദഖയായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതിൽപ്പെട്ട മറ്റൊന്നാണെന്ത്, സ്ത്രീകളുടെ സദഖ. സ്ത്രീകളോട് പറയാൻ, സ്ത്രീകളുടെ സദഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസദ്ദഖന, സ്ത്രീകളോട് പറഞ്ഞു, യാ മഅ്ശറൻ നിസാ, സ്ത്രീ സമൂഹമേ, തസദ്ദഖന, നിങ്ങൾ സദഖ കൊടുക്കണം. ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, നരകത്തിൽ കൂടുതലായി ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങളെയാണ്. ആ നരകത്തിന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണെന്ത്, സദഖ കൊടുക്കുക എന്നുള്ളത്. സ്ത്രീകൾ സദഖ കൊടുക്കണം. സ്ത്രീകൾ സദഖയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് സ്ത്രീകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. അവർക്ക് ചിലപ്പോ അവർക്ക് തന്നെ വരുമാനങ്ങൾ ഉണ്ടാകും, ചിലർക്ക് അവർക്കിപ്പോ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഉണ്ടാകും. ശരിയാണ്, ഇപ്പോ സ്വർണ്ണമുള്ള ആളുകൾക്കൊക്കെ പല കാര്യങ്ങളും ചെയ്യാം. സ്വർണ്ണം ഉണ്ടെങ്കിൽ ഇത് നാളെ പരലോകത്തേക്ക് എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും സദഖാ ജാരിയ, അതിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ സ്ത്രീകൾ ചിന്തിക്കണം. എല്ലാവർക്കും പറ്റിക്കോളന്നില്ല, പറ്റുന്ന ആളുകൾ, ബുദ്ധിയുള്ള ആളുകളെ ചിന്തിക്കണം നല്ല കാര്യത്തിന്. കാരണം ഇത് 5 പവൻ 6 പവനൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മരിച്ചുപോയാൽ നമ്മളെ മക്കൾ കൊണ്ടുപോകും. എന്നാൽ എന്തെങ്കിലും കുറച്ചെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ജാരിയത്തായ സദഖ, അതൊക്കെ വലിയ കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പം ലക്ഷങ്ങൾ വില ഉണ്ട് സ്വർണത്തിന്. പറഞ്ഞത് ഉഖറവിയായ കാര്യങ്ങളിൽ ലാഭം നേടുന്ന കാര്യം നമ്മൾ ചിന്തിക്കണം, സ്ത്രീകൾ പ്രത്യേകിച്ചു. അതേപോലെ തന്നെ ഭർത്താക്കന്മാർ ഭയങ്കര പൈസക്കാരായിരുന്നു. സ്ത്രീകളെടുത്ത് പൈസ അവരും ചിന്തിക്കുന്നുണ്ടാവില്ല. ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കുക, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. സ്ത്രീകൾ പ്രത്യേകിച്ചും സദഖ കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അത് അല്ലാഹു തആല അലം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകൾക്ക് കൂടുതലായിട്ട് ഇനി മറ്റുള്ളവർക്ക് സാധിക്കുന്ന വിധം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അങ്ങനെ ഒരു അവസരം കാണുമ്പോൾ നമ്മൾ കണ്ടില്ല എന്നടിക്കരുത്. ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരും. നമുക്കൊരു 10 രൂപയാണെങ്കിൽ 10 രൂപ, 10 രൂപ നമ്മൾ ചെറുതായി കാണണ്ട, ഉള്ളത് കൊടുക്കുക. ഇപ്പൊ എളുപ്പമുണ്ട്, ആരും അറിയാതെ രഹസ്യമായി ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. അതിന്റെ QR കോഡും ഗൂഗിൾ പേ നമ്പറും അങ്ങനെ അയച്ചിട്ട് ഖലാസ് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇഖ്ലാസോടുകൂടി ഹലാലായ സമ്പാദ്യത്തിൽ നല്ല മനസ്സോടുകൂടി കൊടുക്കുമ്പോൾ ചിന്തിക്കണം, എവിടെ കൊടുക്കുന്നത്, എവിടെയും കൊടുക്കാൻ പറ്റില്ല. അത് ശരിയായ മാർഗത്തിൽ തന്നെ ആകണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സലഫി ദഅവക്ക് വേണ്ടി, സലഫിയത്തിന് വേണ്ടി
സലഫി സ്ഥാപനങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ പറഞ്ഞില്ലേ, നിഅമൽ മാലു സാലിഹ് ലിർറജുലി സാലിഹ്. നല്ല മനുഷ്യന്മാരുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ എന്താണ്? നന്മകൾക്ക് ഉപയോഗിക്കും. അത്തരം നന്മയുള്ള ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് ഏറ്റി നൽകുമാറാവട്ടെ. സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകളെ അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് നൽകി. സമ്പത്ത് ഓൾറെഡി ഉള്ള ആളുകളുണ്ടാവും, അവർക്ക് ഹിദായത്ത് കിട്ടിയാൽ മതി. അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് നൽകി അല്ലാഹുവിന്റെ മാർഗത്തിൽ ധാരാളം സമ്പത്ത് ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും الفردوس الأعلى والمشي وزمراوته. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.